ഇന്ത്യൻ ഇൻഡസ്ട്രി. എല്ലാവർക്കും അറിയാം വ്യാവസായിക വിപ്ലവം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ അത് എവിടെയാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അത് ഇംഗ്ലണ്ടിലാണ് അല്ലെങ്കിൽ ബ്രിട്ടനിലാണ് 18ാമത്തെ സെഞ്ചുറിയിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അല്ലെങ്കിൽ വ്യവസായ വിപ്ലവം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അവിടെ നിന്ന് പിന്നീട് നമ്മുടെ ഇന്ത്യയിലേക്കെല്ലാം അതിന്റെ എഫക്റ്റ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യയുടെ വ്യവസായം നമുക്ക് നോക്കുമ്പോഴേക്കും ആദ്യം നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് നമ്മുടെ വായിൽ വരുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഒന്നാണ് ആധുനിക ഇന്ത്യൻ വ്യവസായത്തിന്റെ പിതാവ്. ഒന്ന് ആധുനിക ഇന്ത്യൻ വ്യവസായത്തിന്റെ പിതാവ്. നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ്? ജംഷഡ്ജി ടാറ്റ. ജംഷഡ്ജി ടാറ്റയാണ് നമ്മുടെ നമ്മുടെ ആധുനിക ഇന്ത്യൻ വ്യവസായത്തിന്റെ പിതാവ് എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ മറ്റൊരു ചോദ്യം കൂടെ നമുക്ക് അതിന്റെ കൂടെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇന്ത്യയുടെ ആധുനിക വ്യവസായ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇല്ലെങ്കിൽ പ്ലാന്റ് സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഓക്കെ. ജംഷഡ്പൂർ. ഓക്കെ. അതും PSC മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ജംഷഡ്പൂർ ഏത് നദിയുടെ തീരത്താണെന്നും PSC ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. കമന്റ് ചെയ്യാമോ ആർക്കെങ്കിലും? സുവർണരേഖ. സുവർണരേഖ. അതും മുമ്പ് PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുപോലെ അതിനകത്ത് നിന്ന് വരാൻ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ രാസ വ്യവസായത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ രാസ വ്യവസായത്തിന്റെ പിതാവ് ആരാണ്? പ്രഫുല്ല ചന്ദ്ര റേയാണ് ഇന്ത്യൻ രാസ വ്യവസായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ. ഇന്ത്യൻ രാസ വ്യവസായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പ്രഫുല്ല ചന്ദ്ര റേയാണ് ഇന്ത്യൻ രാസ വ്യവസായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ. അപ്പോ പ്രഫുല്ല ചന്ദ്ര റേ ഓർത്തുകൊള്ളുക. അപ്പോൾ ഇന്ത്യൻ രാസ വ്യവസായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആചാര്യ പ്രഫുല്ല ചന്ദ്ര റേയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ കെമിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകനും ആരാണ്? പ്രഫുല്ല ചന്ദ്ര റേയാണ്. ഇന്ത്യൻ കെമിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപക പ്രസിഡന്റും ആരാണ്? പ്രഫുല്ല ചന്ദ്ര റേയാണ്. ഇന്ത്യൻ കെമിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപക പ്രസിഡന്റും ആരാണ്? പ്രഫുല്ല ചന്ദ്ര റേയാണ്. പ്രഫുല്ല ചന്ദ്ര റേ. ജംഷഡ്പൂരിനെ പോയിന്റ് എന്ന് പറയാവോ? ഇന്ത്യയിലെ ആസൂത്രിത വ്യവസായ നഗരം. ഇന്ത്യയിലെ ആസൂത്രിത വ്യവസായ നഗരം ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ സുവർണരേഖ നദിയുടെ തീരത്താണ്. സുവർണരേഖ നദിയുടെ തീരത്ത്. ഓക്കെ. നമ്മുടെ ഇന്ത്യയിലെ ആദ്യം, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഇന്ത്യയിലെ ആദ്യത്തെ അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വ്യവസായ മന്ത്രി ആരാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വ്യവസായ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ശ്യാമപ്രസാദ് മുഖർജിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വ്യവസായ മന്ത്രി. ഓക്കെ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വ്യവസായ മന്ത്രി എന്ന് പറയുന്നത് ശ്യാമപ്രസാദ് മുഖർജിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വ്യവസായ മന്ത്രി എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യ വ്യവസായ മന്ത്രി എന്ന് പറയുന്നത്, കേരള മന്ത്രിസഭയിലെ ആദ്യ വ്യവസായ മന്ത്രി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം KP ഗോപാലനാണ്. അതുപോലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വ്യവസായ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് ശ്യാമപ്രസാദ് മുഖർജി. ഓക്കെ. രണ്ട് കാര്യങ്ങൾ ഓർത്തുകൊള്ളുക. ഒന്നെന്ന് പറയുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വ്യവസായ മന്ത്രിയും അടുത്ത് കേരളത്തിലെ ആദ്യ വ്യവസായ മന്ത്രിയും. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വ്യവസായ മന്ത്രി ശ്യാമപ്രസാദ് മുഖർജിയും കേരളത്തിന്റെ ആദ്യ വ്യവസായ മന്ത്രി എന്നറിയപ്പെടുന്നത് KP ഗോപാലനുമാണ്. ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യയിലെ ഈ ഒരു വ്യവസായ മേഖല നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിലവിൽ ഇപ്പോൾ ഉണ്ടാകുന്ന, അതായത് നിലവിൽ ഇപ്പോൾ ഏത് വ്യവസായ നയം അനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത് ചോദിച്ചാൽ 1991 ഇൻഡസ്ട്രിയൽ പോളിസി വെച്ചിട്ടാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ പുതിയ വ്യവസായ നയം എന്ന് പറയുന്നത്. ഓക്കെ. ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി അല്ലെങ്കിൽ പുതിയ വ്യവസായ നയം ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1991. 1991 പുതിയ വ്യവസായ നയം ഇല്ലെങ്കിൽ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി വന്നത്. ഓക്കെ. ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി എന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ 1991 ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി വന്നത്. ആ ഒരു കാര്യം ഒന്ന് ഓർത്തു വെച്ചു. ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി വന്നത് 1991 ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി നമുക്ക് വരുന്നത്. ഓക്കെ. ഈ ഒരു ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി കൊണ്ട് വേറൊന്നുമല്ല നമ്മൾ പ്രധാനമായിട്ടും ചെയ്തത്. നമ്മൾ ഈ ഒരു ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയിൽ നമ്മൾ വരുത്തിയ എന്തൊക്കെയാണ് അതിൽ കൊണ്ടുവന്ന കാര്യങ്ങൾ എന്ന് ചോദിച്ചാൽ, ഒന്ന് നമ്മുടെ ഇന്ത്യയുടെ എക്കണോമിയെ വേൾഡ് എക്കണോമിയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തു കുറച്ചുകൂടെ. അതായത് നമ്മളെ ഇവിടുത്തെ സാധനങ്ങൾ നമ്മൾ കുറച്ചുകൂടെ വേൾഡ് എക്കണോമിക്കൽ ലെവലിലുള്ള മാർക്കറ്റിലോട്ട് കൂടെ നമ്മൾ ഇറക്കാൻ വേണ്ടിയിട്ട്, അവിടെ കൂടെ നമ്മുടെ സാധനങ്ങൾ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി സഹായിച്ചിട്ടുണ്ട്. 1991 വന്ന ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി. അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക് സെക്ടറിന്റെ എഫിഷ്യൻസിയും അതുപോലെ തന്നെ അവരുടെ പ്രൊഡക്ടിവിറ്റി, അവരുടെ ഉൽപാദനക്ഷമതയൊക്കെ കൂട്ടുവാൻ നമുക്ക് ഒരു പരിധിവരെ ഈ ഒരു 1991 കൊണ്ടുവന്ന ഇൻഡസ്ട്രിയൽ പോളിസി വഴി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. നമുക്കിപ്പോൾ ജസ്റ്റ് ഇത്രയും ഓർത്തിരുന്നാൽ മതി. ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി അല്ലെങ്കിൽ പുതിയ വ്യവസായ നയം ഏത് വർഷമാണ് വന്നതെന്ന് ചോദിച്ചാൽ 1991.
പുതിയ വ്യവസായ നയം, ന്യൂ എക്കണോമിക്കൽ പോളിസി എന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി എന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ 1991. ഓക്കെ. ഇനി നമ്മുടെ രാജ്യത്തിലെ വ്യാവസായികമായിട്ട് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയെക്കുറിച്ച്, അതിന്റെ ഗുണമേന്മയ്ക്ക് അംഗീകാരം നൽകുന്ന ഇന്ത്യൻ സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ്, BIS ആണ്, BIS, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. ഓക്കെ. വ്യാവസായിക ഗുണമേന്മയ്ക്കുള്ള അംഗീകാരം കൊടുക്കുന്ന ഓർഗനൈസേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ BIS ആണ്, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. 1986 ഡിസംബർ 23-നാണ് BIS രൂപം കൊണ്ടത്. 1986 ഡിസംബർ 23-നാണ് BIS, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് രൂപം കൊണ്ടത്. ഓക്കെ. അപ്പോൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ, ഹലോ സർ ഒരു തവണ പറയുമോ? വ്യാവസായിക ഗുണമേന്മയ്ക്ക് അംഗീകാരം നൽകുന്ന ഇന്ത്യൻ സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ അത് BIS ആണ്, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. വ്യാവസായിക ഗുണമേന്മയ്ക്കുള്ള അംഗീകാരം നൽകുന്ന ഇന്ത്യൻ സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, BIS. 1986 ഡിസംബർ 23-നാണ് BIS രൂപം കൊള്ളുന്നത്. ഓക്കെ. BIS എന്നാണ് വരുന്നതെന്ന് ചോദിച്ചാൽ 1986 ഡിസംബർ 23-നാണ്. 1986 ഡിസംബർ 23-നാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് സ്ഥാപിതമായത്. ഓക്കെ. ഇപ്പോ നിലവിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ ഹെഡ് എന്ന് പറയുന്നത് പ്രമോദ് കുമാർ തിവാരിയാണ്. പ്രമോദ് കുമാർ തിവാരിയാണ് ഇപ്പോൾ നിലവിൽ BISന്റെ ഹെഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ BISന്റെ തലവൻ എന്ന് പറയുന്നത് പ്രമോദ് കുമാർ തിവാരിയാണ്, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. ഓക്കെ. ഈ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇതുപോലെ മറ്റൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഒരു ഇൻഡസ്ട്രി ഒരാൾ തുടങ്ങുന്ന സമയത്ത്, ഇപ്പോൾ പ്രൈവറ്റ് ആയിട്ട്, നമ്മുടെ ഗവൺമെന്റ് ആയിട്ടല്ല, അല്ലാതെ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ഒരു ആള് സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അയാൾക്ക് ബിസിനസ് വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ബിസിനസ് കുറെ നാൾ വിജയത്തിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നു, പക്ഷെ എപ്പോഴെങ്കിലും അതിനൊരു തകർച്ച ഉണ്ടായി. അങ്ങനെ തകർച്ച ഉണ്ടാകുമ്പോൾ നമുക്ക് ഫൈനാൻഷ്യൽ പരമായിട്ട് നമ്മുടെ ഈ ഇൻഡസ്ട്രിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റിന് ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. അതിന്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് BIFR എന്നാണ്. BIFR, അതായത് ബോർഡ് ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ. ഓക്കെ. ബോർഡ് ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ. ഓക്കെ. ബോർഡ് ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ എന്നാണ് ഇതിന്റെ പേര്, BIFR. 1987 രൂപം കൊണ്ട ഒരു ബോർഡാണ് ഈ ബോർഡ് ഫോർ BIFR എന്ന് പറയുന്നത്. ബോർഡ് ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഈ ഓർഗനൈസേഷൻ വന്നത് 1987-ലാണ്. 1987 ജനുവരിയിലാണ് ഇത് രൂപം കൊള്ളുന്നത്. ഓക്കെ. പക്ഷേ നിലവിൽ ഇതിന്റെ പർപ്പസ് ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഒരു തകർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തകർച്ചയെ നേരിടുന്ന ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു തകർച്ചയെ നേരിടുന്ന ഒരു ഇൻഡസ്ട്രിയെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതാണ് ഈ ബോർഡ് ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ ഓർഗനൈസേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ്, അതായത് നമ്മുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് ഈ BIFR എന്ന് വന്നത്. ഓക്കെ. പക്ഷേ ഇപ്പോൾ 2016 മുതൽ നമ്മുടെ ഈ BIFR ഇപ്പോൾ നിലവിലില്ല. അതായത് ഈ BIFRനെ ഇപ്പോൾ നിലവിൽ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനുമായിട്ട് ഇതിനെ മെർജ് ചെയ്തു. ഇപ്പോൾ നിലവിൽ എന്തില്ല? BIFR ഇല്ല. അതായത് 2016 കൂടി ഇപ്പോൾ നിലവിലുള്ള സർക്കാരിന്റെ 2016 ഭരണം തുടങ്ങിയ സമയത്ത് അവര് മാറ്റിയൊരു മാറ്റമാണ്. അതായത് ബോർഡ് ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ പിന്നീട് കാണത്തില്ല. അതിന് പകരം വന്നതാണ് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ. അപ്പോൾ ഈ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 2016-ലാണ്. 2016 ഡിസംബർ 1-നാണ് നാഷണൽ കമ്പനി ഫോർ ലോ ട്രൈബ്യൂണൽ നിലവിൽ വരുന്നത്. ഓക്കെ. നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ എന്നാണ് നിലവിൽ വരുന്നതെന്ന് ചോദിച്ചാൽ അത് 2016 ഡിസംബർ 1-നാണ്. 2016 ഡിസംബർ 1-നാണ്. ഓക്കെ. 2011 ഡിസംബർ 1-നാണ് ഇത് വരുന്നത്. ഓക്കെ. ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ BIS എന്ന് പറയുന്നത് ചില ബുക്കിനകത്ത് 1987 ഏപ്രിൽ 1 കിടക്കുന്നത്. പക്ഷെ അത് കറക്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1986 ഡിസംബർ 23-നാണ്. ഓക്കെ. BIS 1986 ഡിസംബർ 23-നാണ്. പക്ഷെ ചില പുസ്തകത്തിനകത്ത് ഞാനും കണ്ടായിരുന്നു 1987 ജനുവരി 1-നാണ് കിടക്കുന്നത്. പക്ഷെ 1986 ഡിസംബർ 23-നാണ് BISന്റെ ഡേറ്റ് എന്ന് പറയുന്നത്. 1987 വന്നത് നമ്മുടെ ഈ BIFR ആണ്, ബോർഡ് ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ എന്ന് പറയുന്നതാണ് 1987 ജനുവരിയിൽ വന്നത്.
ഇത് ഇപ്പോൾ നിലവിലില്ല. ഇപ്പോൾ നിലവിൽ അത് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ എന്നാണ് അറിയപ്പെടുന്നത്. നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ. ഇനി എന്താണ് ഈ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, കമ്പനിയോട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട സഹായങ്ങൾക്ക് നമുക്കിപ്പോൾ നിലവിൽ ആരെ അപ്രോച്ച് ചെയ്യാമെന്ന് ചോദിച്ചാൽ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിനെ അപ്രോച്ച് ചെയ്യാം. ഓക്കെ. ഇതിൽ തന്നെ വേറെ ഒരു കാര്യമുണ്ട്. ഇതിന് ഈ ഒരു അപ്പെക്സ് ട്രൈബ്യൂണലായിട്ട്, അതായത് ഈ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിന്റെ എബോവ് വേറൊരു ഓഫീസ് കൂടെ ഉണ്ട്. സെയിം പേര് തന്നെയാണ്, നാഷണൽ കമ്പനി ലോ അപ്പല്ലറ്റ് ട്രൈബ്യൂണൽ എന്നും പറഞ്ഞിട്ട്. അതായത് വേറൊന്നുമല്ല, നമുക്ക് ഈ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു സഹായം അല്ലെങ്കിൽ നമ്മൾ ചോദിച്ച ഒരു നമ്മൾ സമർപ്പിച്ച ഒരു റിക്വസ്റ്റിന് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഉത്തരം കിട്ടിയില്ലെങ്കിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത് ഇവരുടെ തൊട്ട് മുകളിലുള്ള ഓർഗനൈസേഷനായ നാഷണൽ കമ്പനി ലോ അപ്പല്ലറ്റ് ട്രൈബ്യൂണലിലോട്ടാണ്. ഓക്കെ. നമുക്ക് അത്രയും ഡീപ്പായിട്ടൊന്നും വേണ്ട, ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കിയിരുന്നാൽ മതി. ബോർഡ് ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ BIFR അതിപ്പോൾ നിലവിലില്ല. 2016 ഡിസംബർ 1 കൂടി നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലേ ഉള്ളൂ. നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ഒരു കാര്യം ഓർക്കുക. ഇനി ഇതുപോലെ നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്പെഷ്യൽ എക്കണോമിക് സോൺ. സ്പെഷ്യൽ എക്കണോമിക് സോൺ. ഓക്കെ. പ്രത്യേക സാമ്പത്തിക മേഖല. പ്രത്യേക സാമ്പത്തിക മേഖല, സ്പെഷ്യൽ എക്കണോമിക് സോൺ. ഓക്കെ. അപ്പോൾ ഈ പ്രത്യേക സാമ്പത്തിക മേഖല കൊണ്ട് വേറൊന്നുമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിലെ ചില സ്ഥലങ്ങളിൽ കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രത്യേക സാമ്പത്തിക മേഖല എന്ന് പറയുന്നത്. അവിടെ വേറൊന്നുമല്ല ചെയ്യുന്നത്. ഇപ്പോൾ പുറത്തുനിന്ന് ഒരാൾ ഇങ്ങോട്ട് അല്ലെങ്കിൽ ഇവിടെ സാധനങ്ങൾ ഇറക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നത്, ഇതിനെല്ലാത്തിനും നമ്മളൊരു സ്പെഷ്യൽ എക്കണോമിക് സോണിൽ വരുമ്പോഴേക്കും ബാക്കിയുള്ള മേഖലയിൽ നിന്നും അവിടെ ടാക്സിന് എന്തെങ്കിലും ഒരു കുറവ് കാണും. അതുപോലെ തന്നെ ഈ സാധനങ്ങൾ ഇറക്കുന്ന ആളും കയറ്റുമതിയും ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ്, അതായത് അവരുടെ ടാക്സും അതുപോലുള്ള മറ്റ് എൻട്രി പാസ് അങ്ങനെയുള്ള ഫീസുകൾക്കും പലതിനും റിഡക്ഷൻ കൊടുക്കും. അങ്ങനെ റിഡക്ഷൻ കൊടുക്കുന്ന ചില പ്രത്യേക സാമ്പത്തിക മേഖലകളുള്ള റീജിയനെയാണ് നമ്മൾ വിളിക്കുന്നത് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്നത്. മെയിനായിട്ടും കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്നത്. അതായത് കയറ്റുമതിയോട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും നമ്മൾ റിഡക്ഷൻ, ടാക്സ് ആയാലും അതുപോലെ അതിന്റെ പല ഫീസുകൾക്കും നമ്മൾ റിഡക്ഷൻ കൊടുത്ത് നടത്തുന്ന ഒരു മേഖലയാണ് ഈ സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്നത്. നിലവിൽ ഇന്ത്യയിൽ 8 സ്പെഷ്യൽ എക്കണോമിക് സോൺ ഉണ്ട്. 9ാമത് ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺ ഇൻഡോറിൽ കൂടെ ഏകദേശം അതിന്റെ എല്ലാം ആയിട്ടുണ്ട്. അതിനി ഇത് പ്രഖ്യാപിച്ചാൽ മാത്രം മതി എന്നാണ് പറയുന്നത്. അതായത് ഇൻഡോറിലാണ് ഇനി നിലവിൽ വരാൻ പോകുന്നത്. ഇപ്പൊ നിലവിൽ ഇന്ത്യയിൽ എത്ര സ്പെഷ്യൽ എക്കണോമിക് സോൺ ഉണ്ടെന്ന് ചോദിച്ചാൽ 8 സ്പെഷ്യൽ എക്കണോമിക് സോൺ ഉണ്ട്. ഇതിൽ PSCയുടെ ചോദ്യം എന്ന് പറയുന്നത് ആദ്യത്തെ സ്പെഷ്യൽ എക്കണോമിക് സോൺ ഏതാണെന്നാണ് PSC എപ്പോഴും ചോദിക്കുന്നത്. അത് നമ്മുടെ ഗുജറാത്തിലെ കാണ്ട്ലയാണ്. 1965 സ്പെഷ്യൽ എക്കണോമിക് സോൺ പ്രത്യേക സാമ്പത്തിക മേഖലയായിട്ട് പ്രഖ്യാപിച്ച ആദ്യത്തേതെന്ന് പറയുന്നത് കാണ്ട്ലയാണ്. 1965 അപ്പൊ അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കില്ല. കാണ്ട്ല എന്ന് പറയുന്നത് 1965. കാണ്ട്ല 1965 അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ. 1965. അപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ഞാൻ പറഞ്ഞു 8 സ്പെഷ്യൽ എക്കണോമിക് സോൺ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്നെന്ന് പറയുന്നത് സാന്താക്രൂസ് ആണ്. മഹാരാഷ്ട്രയിലെ സാന്താക്രൂസ് ആണ്. അതുപോലെ നമ്മുടെ കേരളത്തിലെ കൊച്ചിയുണ്ട്. കൊച്ചി 1984 സ്പെഷ്യൽ എക്കണോമിക് സോൺ ആയിട്ട് മാറുന്നത്. നമ്മുടെ കൊച്ചി 1984 സ്പെഷ്യൽ എക്കണോമിക് സോൺ ആയിട്ട് മാറുന്നത്. അതുപോലെ കാണ്ട്ലയുണ്ട്, ഗുജറാത്തിലെ കാണ്ട്ലയുണ്ട്. അതുപോലെ ഗുജറാത്തിലെ സൂരറ്റും ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണാണ്. അതുപോലെ നമ്മുടെ തമിഴ്നാട്ടിലെ ചെന്നൈയും ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണിൽ വരുന്നതാണ്. അതുപോലെ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം, ഫാൾട്ട, നോയിഡ. ഫാൾട്ട എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലെയാണ്, നോയിഡ നമ്മുടെ ഉത്തർപ്രദേശിലാണ്. അപ്പോൾ ഇങ്ങനെ 8 സ്പെഷ്യൽ എക്കണോമിക് സോണാണ് നിലവിൽ ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഇത്രയും ഓർത്തിരുന്നാൽ മതി. സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുമ്പോൾ കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന മേഖലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെഷ്യൽ എക്കണോമിക് സോൺ, ഇല്ലെങ്കിൽ പ്രത്യേക സാമ്പത്തിക മേഖല. അതായത് കയറ്റുമതിയുമായി ബന്ധപ്പെട്ട പല ചാർജസിനും റിഡക്ഷനും അതുപോലെ ടാക്സസിനും എല്ലാം റിഡക്ഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്ന ആ ഒരു മേഖല. അതിൽ മെയിനായിട്ടും 8 സ്ഥലങ്ങളുണ്ട്. സാന്താക്രൂസ്, കേരളത്തിൽ നിന്ന് കൊച്ചി വന്നത് 1984. പിന്നെ ഗുജറാത്തിലെ 2 സ്ഥലം കാണ്ട്ലയും സൂററ്റും. അതിൽ കാണ്ട്ല എന്ന് പറയുന്നതാണ് ആദ്യത്തെ സ്പെഷ്യൽ എക്കണോമിക് സോൺ 1965. പിന്നീട് ചെന്നൈ വരുന്നുണ്ട്, തമിഴ്നാട്ടിലെ ചെന്നൈ. അതുപോലെ ആന്ധ്രാപ്രദേശിൽ നിന്ന് വിശാഖപട്ടണം, വെസ്റ്റ് ബംഗാളിലെ ഫാൾട്ട, ഉത്തർപ്രദേശിലെ നോയിഡ. ഇത്രയും റീജിയൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്നത്. ഓക്കെ. ഇതിലേതെങ്കിലും കാര്യം റിപ്പീറ്റ് ചെയ്യണം. സ്പെഷ്യൽ എക്കണോമിക് സോണുകളുടെ നിങ്ങളൊന്ന് പറയുമോ? സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, പ്രത്യേക സാമ്പത്തിക മേഖല
അതായത് പ്രത്യേക സാമ്പത്തിക മേഖല എന്നാണ് നമ്മൾ ഈ സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്നത്. കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന മേഖലകൾക്ക് അറിയപ്പെടുന്ന പേരാണ് ഈ പ്രത്യേക സാമ്പത്തിക മേഖല അല്ലെങ്കിൽ സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കയറ്റുമതിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും, അതായത് അതുമായി ബന്ധപ്പെട്ട ടാക്സ് ആയാലും അതുപോലെ ഫീസ് ആയാലും അതുപോലെ ഷിപ്പുകൾക്ക് നങ്കൂരമിടുന്നതിനും മറ്റുമായ പല കാര്യങ്ങൾക്കും ഒരുപാട് അനുകൂലമായ സാഹചര്യങ്ങൾ, അതായത് അതിന്റെ പല ഫീസും മറ്റൊക്കെ റിഡക്ഷൻ ചെയ്ത് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഈ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ. അതായത് ബാക്കിയുള്ള മേഖലകൾ, സ്പെഷ്യൽ എക്കണോമിക് സോൺ പോയിട്ട് ബാക്കിയുള്ള മേഖലകളിൽ നിന്നും ഇവിടെ ഒരു പ്രത്യേക ഒരു ടാക്സും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ ഉള്ളത്. അപ്പോൾ അത് അവിടെ കച്ചവടത്തിന് അല്ലെങ്കിൽ അവിടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ലാഭമായിരിക്കും. അങ്ങനെ ഇറക്കുന്ന ഒരു റീജിയനാണ് സ്പെഷ്യൽ എക്കണോമിക് സോൺ. അത് കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കാനാണ് മെയിനായിട്ടും ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ ഒന്നുകൂടെ പറയുമോ? സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്നത് ഈ സ്ലൈഡിലുണ്ട്. സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്നത് സാന്താക്രൂസ്, മഹാരാഷ്ട്രയിലെ സാന്താക്രൂസ് ആണ് ഒന്ന്. അതുപോലെ കേരളത്തിൽ നിന്ന് കൊച്ചി വന്നത് 1984 കൊച്ചി വരുന്നത് 1984. അതുപോലെ ഗുജറാത്തിൽ നിന്ന് 2 ഉണ്ട്, കാണ്ട്ലയും സൂററ്റും. കാണ്ട്ല നമ്മൾ നേരത്തെ പറഞ്ഞു, കാണ്ട്ലയാണ് ആദ്യത്തെ സ്പെഷ്യൽ എക്കണോമിക് സോൺ. 1965 കാണ്ട്ല സ്പെഷ്യൽ എക്കണോമിക് സോൺ ആകുന്നത്. അതുപോലെ സൂററ്റ്, നമുക്ക് കാണ്ട്ല ഒരു തുറമുഖമൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തുറമുഖം പഠിക്കുമ്പോഴും നമ്മൾ ഈ കാര്യം വീണ്ടും പഠിക്കും. അതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് ചെന്നൈ. ആന്ധ്രാപ്രദേശ് വിശാഖപട്ടണം. വെസ്റ്റ് ബംഗാൾ ഫാൾട്ട. ഉത്തർപ്രദേശ് നോയിഡ. ഓക്കെ, ഇനി ഇന്ത്യയിലെ വ്യവസായങ്ങളെ നമുക്ക് മെയിനായിട്ടും 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് കൃഷി അധിഷ്ഠിത വ്യവസായമെന്നും മറ്റൊന്ന് ധാതു അധിഷ്ഠിത വ്യവസായമെന്നും. ഇങ്ങനെ 2ആയിട്ട് മെയിനായിട്ട് നമുക്ക് ഇന്ത്യയുടെ വ്യവസായങ്ങളെ ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് കൃഷി അധിഷ്ഠിത വ്യവസായം, 2 പറയുന്നത് ധാതു അധിഷ്ഠിത വ്യവസായം. ഇങ്ങനെ 2 രീതിയിലാണ് നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ വ്യവസായ മേഖലയെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ കയറ്റുമതിയും ഇറക്കുമതിയും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. കയറ്റുമതിയും ഇറക്കുമതിയും എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നം ഏതാണ്? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നം ഏതാണ്? ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതലായി കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നം പരുത്തി. തുണിത്തരങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഒരു ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് എന്താണ്? അത് നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ്. ഇന്ത്യയിലേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ, അതെ, ക്രൂഡ് ഓയിലാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ ഇത് 2 പോയിന്റ് ഓർത്ത് വെച്ചിരിക്കുക. ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് എന്താണ്, ഏറ്റവും കൂടുതൽ ഇറക്കുമതി എന്താണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ഇത് ജസ്റ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിനെ പഠിച്ചത്, ഈ ഒരു പാർട്ടിനെ പഠിച്ചത്. മറ്റേതുപോലെ നമ്മൾ ഇത്രയും ദിവസം പഠിച്ചുകൊണ്ടിരുന്ന ഫിസിയോഗ്രഫി പോലെ ജസ്റ്റ് പടങ്ങളോ അങ്ങനെയൊന്നും നമുക്ക് വരച്ച് ഇതിനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് ജസ്റ്റ് ഫാക്റ്റ് ആണ്, കുറെ ഫാക്റ്റുകൾ മാത്രമാണ്. അപ്പോൾ ആ ഫാക്റ്റ് ജസ്റ്റ് അതുപോലെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അത് നിങ്ങൾ കണക്ട് ചെയ്ത് പോവുക. ഓക്കെ, നമുക്ക് ഈ ഒരു ഇന്ത്യൻ ഇൻഡസ്ട്രി എന്ന മേഖലയിൽ നിന്ന് വരാവുന്ന ഹലോ സർ, ഒരു ഡൗട്ട്. കയറ്റുമതിനെ മാത്രമല്ല ഇറക്കുമതിയായിട്ട് ബന്ധമില്ലല്ലോ? ഇല്ല, ഞാൻ കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും കാര്യം സെപ്പറേറ്റ് ആ പറഞ്ഞത്. ഓക്കെ, കയറ്റുമതിയായിട്ട് ബന്ധപ്പെട്ടത് മാത്രമാണ് സ്പെഷ്യൽ എക്കണോമിക് സോൺ അല്ലേ? അല്ല, അത് നമുക്ക് കയറ്റുമതിയോട് ബന്ധപ്പെട്ട് കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി നമുക്ക് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നം എന്ന് പറഞ്ഞത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് തുണിത്തരങ്ങളാണ്. എന്നാൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് ക്രൂഡ് ഓയിലാണ്, ഇന്ത്യയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയാൽ നമ്മൾ ആദ്യം പറഞ്ഞത് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ ആധുനിക ഇന്ത്യൻ വ്യവസായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജംഷഡ്ജി ടാറ്റ. അതുപോലെ രണ്ടാമത് പറഞ്ഞ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആസൂത്രിത വ്യവസായ നഗരം ഇതെന്ന് പറയുന്ന ജംഷഡ്പൂർ ആണ്. ഏത് നദിയുടെ തീരത്താണ്? മൂന്നാമത്തെ ചോദ്യം സുവർണരേഖ. ഓക്കെ, അടുത്ത് ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇന്ത്യൻ വ്യവസായത്തിന്റെ പിതാവ്, ഇന്ത്യൻ രാസ വ്യവസായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? പ്രഫുല്ല ചന്ദ്ര റായ്. അതുപോലെ അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ കെമിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപക പ്രസിഡന്റ് ആരാണ്? അതും
ആചാര്യ പ്രഫുല്ല ചന്ദ്ര റായ്. ആറാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി ശ്യാമപ്രസാദ് മുഖർജി. കേരളത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി KP ഗോപാലൻ. ഓക്കെ, ഞാൻ ഇപ്പോൾ 7 ചോദ്യങ്ങൾ പറഞ്ഞു. ഈ 7 ചോദ്യങ്ങളും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ സ്പെഷ്യൽ എക്കണോമിക് സോൺ കാണ്ട്ല 1965. എട്ടാമത്തെ ചോദ്യം, വ്യാവസായിക ഗുണമേന്മയ്ക്കുള്ള അംഗീകാരം നൽകുന്ന ഇന്ത്യൻ സ്ഥാപനം ഏതാണ്? BIS, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. ഇത് 9ാമത്തെ ചോദ്യം. ഓക്കെ, നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ നിന്നും ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഇത്രയും ചോദ്യങ്ങളാണ്. ഈ 9 ചോദ്യങ്ങളാണ് PSC ഈ ഇത്രയും നമ്മൾ പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത നമ്മൾ വീണ്ടും നമ്മുടെ ഇന്ത്യൻ വ്യവസായത്തിലേക്ക് പോവുകയാണ്. ഹലോ സാർ, പുതിയ വ്യവസായ നയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സാർ 2 പോയിന്റ് പറഞ്ഞല്ലോ. പബ്ലിക് സെക്ടറിന്റെ ഇന്ത്യയുടെ എക്കണോമി വേൾഡ് എക്കണോമിയായി ലിങ്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പോയി അത് വേറൊന്നുമല്ല, നമ്മുടെ ഇൻഡസ്ട്രിയൽ പോളിസിയാണ്. നിലവിൽ നമ്മളിപ്പോൾ ഏത് ഇൻഡസ്ട്രിയൽ പോളിസി അല്ലെങ്കിൽ പുതിയ വ്യവസായ നയം അത് ഏത് വർഷമാണെന്നാണ് PSC ചോദിക്കാറ്. 1991. പുതിയ വ്യവസായ നയം വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1991. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് 2 പോയിന്റ് സാർ പറഞ്ഞായിരുന്നല്ലോ. ഇന്ത്യയുടെ എക്കണോമിയെ വേൾഡ് എക്കണോമിയായിട്ട് ലിങ്ക് ചെയ്തു. അതായത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഇന്ത്യയുടെ എക്കണോമിയെ നമ്മൾ വേൾഡ് എക്കണോമിയോട്ട് കണക്ട് ചെയ്തു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പബ്ലിക് സെക്ടറിന്റെ പ്രൊഡക്ഷനെയും അതുപോലെ തന്നെ അവരുടെ എഫിഷ്യൻസിയും നമ്മൾ കൂട്ടാൻ സാധിച്ചു ഈ ഒരു എക്കണോമിക് പോളിസി വഴി, അല്ലെങ്കിൽ ഈ ഒരു വ്യവസായ നയം വഴി. നമുക്ക് 1991 വ്യവസായ നയം വഴി നമുക്ക് നമ്മുടെ പബ്ലിക് സെക്ടറിന്റെ എഫിഷ്യൻസിയും അതുപോലെ അവരുടെ ഉൽപാദനശേഷി പ്രൊഡക്ടിവിറ്റിയും ഒക്കെ നമുക്ക് കൂട്ടാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഇന്ത്യൻ വ്യവസായം. ഇന്ത്യയിലെ വ്യവസായങ്ങളെ നമുക്ക് രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് കൃഷി അധിഷ്ഠിത വ്യവസായം എന്നാണ്. ഒന്ന് എന്ന് പറയുന്നത് കൃഷി അധിഷ്ഠിത വ്യവസായം ഒന്നും, രണ്ടെന്ന് പറയുന്നത് ധാതു അധിഷ്ഠിത വ്യവസായം. ഓക്കെ, നമുക്കപ്പോൾ ഇന്ത്യൻ വ്യവസായത്തെ മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് കൃഷി അധിഷ്ഠിത വ്യവസായം, രണ്ട് എന്ന് പറയുന്നത് ധാതു അധിഷ്ഠിത വ്യവസായം. ഇങ്ങനെ രണ്ടായിട്ടാണ് നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് കൃഷി അധിഷ്ഠിത വ്യവസായം, രണ്ടെന്ന് പറയുന്നത് ധാതു അധിഷ്ഠിത വ്യവസായം, മിനറൽ ബേസ്ഡ്. ഓക്കെ, ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇതിൽ ആദ്യം എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ക്രോപ്സ് ആണ്, അതായത് കൃഷി അധിഷ്ഠിത വ്യവസായമാണ്. ഓക്കെ, നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് ആണ് ജസ്റ്റ് അഗ്രികൾച്ചർ എന്ന വേർഡ് വന്നത് എവിടെ നിന്നാണ്? ഓക്കെ, അഗ്രികൾച്ചർ എന്ന് പറയുന്നത് അഗർ എന്നും കൾച്ചർ എന്നും പറഞ്ഞു. അതായത് ഈ അഗ്രികൾച്ചർ എന്ന പദത്തിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, അഗറും അതുപോലെ മറ്റൊന്ന് കൾച്ചർ. ഈ രണ്ട് പദങ്ങളും ലാറ്റിൻ പദങ്ങളാണ്. ഈ രണ്ട് ലാറ്റിൻ പദങ്ങളെയും കൂടെ ഒരുമിച്ച് ചേർത്താണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അതായത് ഇതിലെ അഗർ AGER എന്നാണ് ആദ്യത്തെ പാർട്ട് അന്ന് കിടന്നത്. ആ അഗർ എന്ന് പറയുന്നത് കര എന്നാണ് അർത്ഥം. ആ ലാറ്റിൻ വാക്കിന്റെ അർത്ഥം കര എന്നാണ്. അതുപോലെ കൾച്ചർ എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് കൃഷിയാണ്, കൃഷി. ഈ രണ്ട് പദങ്ങളെയും കൂടെ കൂട്ടിച്ചേർത്താണ് അഗർ കൾച്ചർ എന്ന പേര് ആദ്യം ഉണ്ടായത്. അതിൽ നിന്നാണ് നമ്മൾ ഇപ്പൊ ഈ പറയുന്ന അഗ്രികൾച്ചർ എന്ന പദം ഉണ്ടായത്. ഓക്കെ, അപ്പൊ അഗ്രികൾച്ചർ എന്ന പദം എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ ഒറിജിനുള്ള ഒരു വേർഡാണ്. അഗ്രികൾച്ചർ എന്ന പദം എന്ന് പറയുന്നത് അതിന് മുമ്പുള്ള പദം എന്ന് പറയുന്നത് അഗർ കൾച്ചർ എന്നാണ്. അഗർ എന്ന് പറഞ്ഞാൽ കരയാണെന്നും കൾച്ചർ എന്ന് പറയുന്നത് കൃഷി എന്നുമാണ് ആ രണ്ട് പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കൃഷി അധിഷ്ഠിത വ്യവസായത്തെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ഭക്ഷ്യവിളകളും, രണ്ടെന്ന് പറയുന്നത് നാണ്യവിളകളും. ഭക്ഷ്യവിള എന്ന് പറയുമ്പോഴേക്കും ഫുഡ് ക്രോപ്സ്, നാണ്യവിള എന്ന് പറയുമ്പോഴേക്കും ക്യാഷ് ക്രോപ്സ്. അപ്പോൾ ഈ കൃഷി അധിഷ്ഠിത വ്യവസായം അല്ലെങ്കിൽ കാർഷിക വിളകളെ അല്ലെങ്കിൽ കൃഷി അധിഷ്ഠിത വിളകളെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഫുഡ് ക്രോപ്സ്, ഭക്ഷ്യവിളകളെന്നും, രണ്ട് നാണ്യവിളകൾ ഇല്ലെങ്കിൽ ക്യാഷ് ക്രോപ്സ് എന്നും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൽ ഭക്ഷ്യവിള എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, നമ്മുടെ ഭക്ഷ്യ വസ്തുക്കൾക്കായി നമ്മൾ നേരിട്ട് ഉപയോഗിക്കുന്ന വിളകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വിളകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഭക്ഷ്യ വസ്തുക്കളായിട്ട് അല്ലെങ്കിൽ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നേരിട്ട് ഉപയോഗിക്കുന്ന വിളകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭക്ഷ്യവിളകൾ ഇല്ലെങ്കിൽ ഫുഡ് ക്രോപ്സ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാവും. നെല്ല്, ഗോതമ്പ്, ചോളം, അതുപോലെ നമ്മുടെ ബാർലി, അതുപോലെ പയറുവർഗ്ഗങ്ങൾ, ഇവയെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ഭക്ഷ്യവിളകൾക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ഭക്ഷ്യവിളകളെന്നും നാണ്യവിളകളും, അതിൽ ഭക്ഷ്യവിളകളായി. അടുത്ത നാണ്യവിളകൾ ക്യാഷ് ക്രോപ്സ്. ഓക്കെ, ക്യാഷ് ക്രോപ്സിൽ മെയിനായിട്ടും ക്യാഷ് ക്രോപ്സിനെ നമുക്ക് നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് നാരുവിളകൾ, രണ്ട് പാനീയ വിളകൾ, മൂന്ന് സുഗന്ധ വിളകൾ, നാല് മറ്റു വിളകൾ.
ഇങ്ങനെ നമുക്ക് 4ആയിട്ടാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ക്യാഷ് ക്രോപ്സിനെ മെയിനായിട്ട് നമുക്ക് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് നാരുവിളകൾ, ഫൈബേഴ്സ്, പിന്നൊന്ന് പാനീയ വിളകൾ, അതുപോലെ സുഗന്ധവിളകൾ, മറ്റ് അതർ വിളേഴ്സ്, അതർ ക്രോപ്സ്, മറ്റു വിളകൾ. ഇങ്ങനെ നമുക്ക് 4ആയിട്ട് നമുക്ക് ക്യാഷ് ക്രോപ്സിനെ അല്ലെങ്കിൽ നാണ്യവിളകളെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇതിൽ നാരുവിളകളിൽ വരുന്നതാണ് പരുത്തിയും ചണവും. പാനീയ വിളകളിൽ വരുന്നതാണ് തേയിലയും കാപ്പിയും. സുഗന്ധ വിളകൾക്ക് എക്സാമ്പിൾ ആണ് ഏലവും കുരുമുളകും. മറ്റു വിളകൾക്ക് എക്സാമ്പിൾ ആണ് കരിമ്പും റബ്ബറും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് നാണ്യവിളയെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമുക്കിനി ഇതിലെ ഓരോ വിളകളായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം നമ്മുടെ കോട്ടൺ കൾട്ടിവേഷൻ. ഓക്കെ, പരുത്തി വ്യവസായം. ആദ്യത്തെ എന്ന് പറയുന്നത് പരുത്തി വ്യവസായം. ഓക്കെ, ഈ പരുത്തി വ്യവസായത്തിനകത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ പരുത്തി വ്യവസായം, പരുത്തിയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഗൊസീപ്പിയം ഹിർസൂട്ടം. മുമ്പൊരിക്കൽ PSC ചോദിച്ചിട്ടുള്ളതാണ്, വർഷങ്ങൾക്ക് മുമ്പ്. ഈ ഇടയ്ക്കൊന്നും PSC ഈ ചോദ്യം ചോദിച്ചിട്ടില്ല. മുമ്പൊരിക്കൽ PSC ചോദിച്ചിട്ടുണ്ട്, കോട്ടന്റെ ശാസ്ത്രീയ നാമം എന്താണ്, പരുത്തിയുടെ ശാസ്ത്രീയ നാമം എന്താണ്. ഓക്കെ, ഗൊസീപ്പിയം ഹിർസൂട്ടം എന്നാണ് അതിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ, ഇനിയുള്ള കാര്യം ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പരുത്തി വ്യവസായമാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായം എന്ന് പറയുന്നത് പരുത്തി വ്യവസായമാണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായം എന്നറിയപ്പെടുന്നത് പരുത്തി വ്യവസായമാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇതിനെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായം എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ അതിന് കാരണം വേറൊന്നുമല്ല, നമ്മുടെ സിന്ധു നദീതട സംസ്കാരം. നമ്മൾ ഹിസ്റ്ററിയുടെ ആദ്യം പഠിക്കുന്ന ഒരു പാർട്ടാണ് സിന്ധു നദീതട സംസ്കാരം. ഈ സിന്ധു നദീതട സംസ്കാരത്തിൽ മുതൽ തന്നെ നമ്മൾ പരുത്തി കൃഷി ചെയ്യുന്നുണ്ട്. അതായത് അന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള പല എക്സ്കവേഷന്റെ റിസൾട്ട് വഴി നമുക്ക് പരുത്തിയുടെ പല അംശങ്ങളും കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായം എന്ന് പറയുന്നത് പരുത്തി വ്യവസായം. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായം ഏതാണെന്ന് ചോദിച്ചാൽ അത് പരുത്തി വ്യവസായമാണ്. അതുപോലെ മറ്റൊരു ചോദ്യം കൂടെയുണ്ട്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണെന്ന് ചോദിച്ചാൽ അതും പരുത്തിത്തുണി വ്യവസായമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരവും പരുത്തിത്തുണി വ്യവസായമാണ്. ഒന്ന് പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായമാണ് ഈ പരുത്തി വ്യവസായം. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം എന്നറിയപ്പെടുന്നതും നമ്മുടെ പരുത്തി വ്യവസായം. അത് 2018 നടന്ന ലാബ് അസിസ്റ്റന്റ് എക്സാമിനും ഈ ഒരു ക്വസ്റ്റ്യൻ PSC ചോദിച്ചതാണ്. PSC ഒരുപാട് വട്ടം ചോദിച്ച ചോദ്യമാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏത്? പരുത്തിത്തുണി വ്യവസായം. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു പരുത്തിത്തുണി വ്യവസായമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് TUFS. ഇത് പഴയ ഒരു സ്കീമാണ് TUFS എന്ന് പറയുന്നത്. അതായത് വേറൊന്നുമില്ല, ടെക്നോളജി അപ്ഗ്രഡേഷൻ ഫണ്ട് സ്കീം. ഇത് 1999 ഏപ്രിൽ 1 സ്റ്റാർട്ട് ചെയ്ത ഒരു സ്കീമാണ്. ഈ 1999 സ്റ്റാർട്ട് ചെയ്ത ഒരു സ്കീമാണ് ഈ TUFS എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് പരുത്തി കൃഷിയോട് ബന്ധപ്പെട്ട ഒരു സ്കീമാണ്. 1999 ഏപ്രിൽ 1 സ്റ്റാർട്ട് ചെയ്ത TUFS എന്ന് പറയുന്ന ഈ സ്കീം, TUFS. ഓക്കെ, മുമ്പ് PSC 2 വട്ടം ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, TUFS ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സാർ ആ ഇയർ ഒന്ന് പറയോ? 1999 ഏപ്രിൽ 1. 1999 ഏപ്രിൽ 1 TUFS. ഓക്കെ, ടെക്നോളജി അപ്ഗ്രഡേഷൻ ഫണ്ട് സ്കീം. ഓക്കെ, അപ്പോൾ അത് ഏത് മേഖലയുമായിട്ട്, TUFS ഏത് കൃഷി മേഖലയുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പരുത്തി വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ് ഈ TUFS എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ നമ്മുടെ പരുത്തി വ്യവസായത്തിന്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് പരുത്തിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പരുത്തിക്ക് അനുയോജ്യമായ മണ്ണ് എന്ന് പറയുന്നത് കറുത്ത മണ്ണാണ്. പരുത്തിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ കറുത്ത മണ്ണാണ്. പക്ഷെ നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് കറുത്ത മണ്ണ് അല്ലെങ്കിൽ എക്കൽ മണ്ണെന്നാണ് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മുടെ PSC എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, പരുത്തി വ്യവസായത്തിന് ഏറ്റവും നല്ല മണ്ണിനം ഏതാണെന്ന് ചോദിച്ചാൽ കറുത്ത മണ്ണ് തന്നെയാണ്. അതുപോലെ പരുത്തി വ്യവസായത്തിന് ആവശ്യമായ കാലാവസ്ഥ അല്ലെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ എത്രയാണ്? 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അതിന്റെ ടെമ്പറേച്ചർ വേണ്ടത്. 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ എന്ത് കൃഷി ചെയ്യുന്നത്? ഈ
പരുത്തി കൃഷി ചെയ്യുന്നത് 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അത് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള പോയിന്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറഞ്ഞത്. 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് നമ്മുടെ കോട്ടൺ കൾട്ടിവേഷന് പറ്റിയ താപനില എന്ന് പറയുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഈ പരുത്തി എന്ന് പറയുന്നത് ലോകവ്യാപകമായിട്ട് വസ്ത്രം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരേ ഒരു റോ മെറ്റീരിയൽ ഏതാണ്? നമ്മുടെ ഈ കോട്ടൺ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് പറയുന്നത്? യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ ഫൈബർ. അപ്പൊ യൂണിവേഴ്സൽ ഫൈബർ ഏതാണെന്ന് ചോദിച്ചാൽ അത് പരുത്തിയാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്നത് പരുത്തിയാണ്. പരുത്തി 2019 നടന്ന BEO എക്സാമിനും PSC ചോദിച്ച ചോദ്യമാണ് യൂണിവേഴ്സൽ ഫൈബർ ഏതാണ്? പരുത്തി. ഓക്കെ, പരുത്തി യൂണിവേഴ്സൽ ഫൈബർ ആണ്. ഫൈബർ. ഓക്കെ, ഇനി ഈ പരുത്തിയോട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പരുത്തി ഉൽപാദനത്തിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്ന് കമന്റ് ചെയ്തേ. പരുത്തിയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? പരുത്തി ഉൽപാദനത്തിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണുള്ളത്? മോനിഷ കമന്റ് ചെയ്തു. ഓക്കെ, പരുത്തി വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ സ്ഥാനം 1 ഒന്നാം സ്ഥാനമാണ് ഇന്ത്യക്ക്. പരുത്തി വ്യവസായത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 1 സ്ഥാനമാണ്. പരുത്തി വ്യവസായത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ 1 സ്ഥാനമാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നോക്കുമ്പോൾ അതിനകത്ത് 4 സ്ഥാനം എന്നാണ് കിടക്കുന്നത്. പക്ഷെ നമ്മുടെ PSCയുടെ ഉത്തരം 1 സ്ഥാനമാണ്. നിലവിൽ ഇന്ത്യ തന്നെയാണ് 1 സ്ഥാനത്ത് നിൽക്കുന്നത്. അത് ചിലപ്പോൾ പഴയ എഡിഷന്റെ ഒരു കാരണവശാലായിരിക്കാം അതിനകത്ത് 4 എന്ന് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചുകൊള്ളുക. പരുത്തി ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 1 സ്ഥാനമാണ്. 1 സ്ഥാനമാണ് ഇന്ത്യക്ക്. ഓക്കെ, പരുത്തി വ്യവസായത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ 1 സ്ഥാനമാണ്. 1 സ്ഥാനം. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണി മില്ല് എവിടെയാണെന്ന് വെച്ചാൽ ഫോർട്ട് ഗ്ലോസ്റ്റർ ആണ്. കൊൽക്കട്ടയിലെ ഫോർട്ട് ഗ്ലോസ്റ്റർ 1818 കൊൽക്കട്ടയിലെ ഫോർട്ട് ഗ്ലോസ്റ്ററിലാണ് ഇന്ത്യയിലെ ആദ്യ പരുത്തി തുണി മില്ല്. ഇന്ത്യയിലെ ആദ്യ പരുത്തി തുണി മില്ല് എന്ന് പറയുന്നത് ഫോർട്ട് ഗ്ലോസ്റ്റർ 1818 1818 ഫോർട്ട് ഗ്ലോസ്റ്റർ 1818 ഇന്ത്യയിലെ ആദ്യ പരുത്തി തുണി മില്ല് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യ പരുത്തി തുണി മില്ല് എവിടെയാണെന്ന് ചോദിച്ചാൽ ഫോർട്ട് ഗ്ലോസ്റ്റർ 1818. ഓക്കെ, ഇനി ഇന്ത്യയിലെ പരുത്തിത്തുണി വ്യവസായം അല്ലെങ്കിൽ ഈ ഒരു പരുത്തിത്തുണിയുടെ വൻതോതിലുള്ള ഒരു ഉൽപാദനം എന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ 1854 1854 ഇന്ത്യയിൽ പരുത്തിത്തുണിയുടെ വൻതോതിലുള്ള ഒരു ഉൽപാദനക്ഷമത സ്റ്റാർട്ട് ചെയ്യുന്നത്. 1854 ഒരു വൻതോതിലുള്ള ഒരു ഉൽപാദനക്ഷമത നമ്മുടെ പരുത്തിക്ക് വരുന്നത്. അത് ഏകദേശം മുംബൈയിലാണ് മെയിനായിട്ടും ഈ ഒരു പരുത്തിത്തുണിയുടെ ഒരു അമിത ഉൽപാദനമൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ മുംബൈ പോർട്ടിനെ വിളിക്കുന്ന ഒരു പേര്, മുംബൈ നഗരത്തെ വിളിക്കുന്ന ഒരു പേരുണ്ട്, കോട്ടണോപോളിസ്. മുംബൈയെ വിളിക്കുന്ന പേരാണ് കോട്ടണോപോളിസ്. കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ മുംബൈ ആണ്. മുംബൈ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത്. ഇതിന് ഇങ്ങനെ നമ്മൾ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ പരുത്തി തുണി മില്ലുകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? പരുത്തി തുണി മില്ലുകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം പരുത്തി തുണി മില്ലുകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. പരുത്തി തുണി മില്ലുകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് മഹാരാഷ്ട്ര. പരുത്തി തുണി മില്ലുകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ ആണ്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ ആണ്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ ആണ്. കോട്ടണോപോളിസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും മുംബൈ ആണ്. കോട്ടണോപോളിസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും മുംബൈ ആണ്. മുംബൈ. ഓക്കെ, മുമ്പ് നമ്മുടെ മുംബൈ ആയിരുന്നു ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപാദന കേന്ദ്രങ്ങളിൽ ഏറ്റവും 1 സ്ഥാനത്ത് നിന്നത് നമ്മുടെ മുംബൈ ആണ്. പക്ഷെ നിലവിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗുജറാത്ത് ആണ്. ഓക്കെ, പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ നിലവിൽ ആരാണ്? ഗുജറാത്ത് ആണ്. ഗുജറാത്ത്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചിരിക്കുക. പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നതിൽ 1 സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഗുജറാത്ത് ആണ്. ഗുജറാത്ത്. അതുപോലെ ഗുജറാത്തിലെ കാണ്ഡല തുറമുഖത്തിനും ഒരു പ്രത്യേകതയുണ്ട്. തുണിത്തരങ്ങൾ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന തുറമുഖമാണ് കാണ്ഡല തുറമുഖം എന്ന് പറയുന്നത്. തുണിത്തരങ്ങൾ ഏറ്റവും അധികം കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് കാണ്ഡല എന്ന് പറയുന്നത്. ഓക്കെ, തുണിത്തരങ്ങൾ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന തുറമുഖമാണ് ഏതെന്ന് പറയുന്നത്? കാണ്ഡല എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ 1 സ്ഥാനം നമ്മുടെ ഇന്ത്യക്കാണെന്ന് പറഞ്ഞു. 2 സ്ഥാനമാണ് ചൈനയ്ക്ക്. ഓക്കെ, നമ്മൾ 1 സ്ഥാനത്ത് നമ്മൾ നിൽക്കുകയാണ്. 1 സ്ഥാനത്ത് ഇപ്പോൾ ആരാണ്? ഇന്ത്യയാണ് നിലവിൽ 1 സ്ഥാനത്തുള്ളത്. പക്ഷേ ഇതിലൊരു ചെറിയൊരു ട്വിസ്റ്റ് ഉള്ള കാര്യം ഇത്രയാണ്. ഇന്ത്യയിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നുവെങ്കിലും കയറ്റുമതി ചെയ്യുന്നതിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണെന്ന് ചോദിച്ചാൽ ഇന്ത്യക്ക് 2 സ്ഥാനമേ ഉള്ളൂ. ഓക്കെ, ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. പക്ഷേ
കയറ്റുമതി ചെയ്യുന്നതിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ്. കയറ്റുമതി ചെയ്യുന്നതിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ചൈനയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം നോക്കിയാൽ 1ാം സ്ഥാനം ഇന്ത്യയും 2ാം സ്ഥാനം ചൈനയുമാണ്. എന്നാൽ ഏറ്റവും കയറ്റുമതി ചെയ്യുന്നതിൽ 1ാം സ്ഥാനം ചൈനയ്ക്കും 2ാം സ്ഥാനമാണ് ഇന്ത്യക്കും. അതൊരു തിരിഞ്ഞു പോകുന്ന കാര്യമാണ്, അതൊന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. ഓക്കെ, ഇനി സാർ മുംബൈ ഹലോ, ഗുജറാത്തിൽ കാണ്ട്ലയുടെ ആ പോയിന്റ് എന്നുള്ള പറയുമോ? തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്യുന്ന തുറമുഖം, ഏറ്റവും കൂടുതൽ തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്യുന്ന തുറമുഖം. ഓക്കെ, അതുപോലെ നമ്മൾ നേരത്തെ ഈ മുംബൈയെ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്, മുംബൈയെ കോട്ടണോപോളിസ് എന്നും പണ്ട് മുംബൈയിലാണ് ഏറ്റവും കൂടുതൽ കയറ്റുമതിയും മറ്റുമൊക്കെ നടന്നതെന്നും എല്ലാം നമ്മൾ ഈ പറയാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നതിന് കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഒന്ന് എന്ന് പറയുന്നത്, നമ്മുടെ മുംബൈയിൽ അതിന്റെ സമീപ പ്രദേശങ്ങളിൽ ഈ ഒരു കോട്ടൺ അല്ലെങ്കിൽ പരുത്തി എന്ന് പറയുന്നത് നമുക്ക് സുഗമമായിട്ട് ലഭിക്കുന്ന ഒരു അസംസ്കൃത വസ്തുവായിരുന്നു. അതുമാത്രമല്ല, നമുക്ക് ആ ഒരു സ്ഥലത്ത് മുംബൈ, അന്ന് മഹാരാഷ്ട്ര മുംബൈ, അവിടെ നമുക്കെന്ന് പറയുന്നത് ഈ ഇലക്ട്രിസിറ്റി ബില്ല്, അതായത് ഊർജ്ജ ലഭ്യത എന്ന് പറയുന്നത് നമുക്ക് കുറഞ്ഞ നിരക്കിൽ കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ മുംബൈ തുറമുഖം കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റും. അതുപോലെ ശുദ്ധജലത്തിന്റെ ലഭ്യത നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജോലി ചെയ്യാൻ വർക്കേഴ്സ്, മനുഷ്യ വിഭവങ്ങളുടെ സാന്നിധ്യം വളരെ കൂടുതലായിരുന്നു. സോ ഇങ്ങനെയുള്ള കുറെ റീസൺസ് കാരണമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മുംബൈയെ നമ്മൾ എന്തെന്ന് പറയുന്നത് കോട്ടണോപോളിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, പരുത്തി മില്ലുകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനവും ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. കോട്ടണോപോളിസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും മുംബൈയാണ്. പക്ഷെ നിലവിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നതിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ്. അത് നിങ്ങളുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് കിടക്കുന്നത് മുംബൈയാണ്. അത് മാറിയിട്ടുണ്ട്, അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, തുണിത്തരങ്ങൾ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ചോദിച്ചാൽ അത് കാണ്ട്ലയാണ്. കാണ്ട്ല. ഓക്കെ, ഇനി ഒരു പോയിന്റ് കൂടെ നമുക്ക് ഇനി ഇതിനകത്ത് പഠിച്ചാൽ മതി. ഓക്കെ, നമ്മുടെ ഈ ഒരു കോട്ടൺ കൾട്ടിവേഷൻ ഉണ്ടല്ലോ, നമുക്ക് ഇതിന് എന്തായാലും ഒരു റിസർച്ച് സെന്റർ കാണും. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോട്ടൺ റിസർച്ച് എവിടെയാണെന്ന് ചോദിച്ചാൽ കോയമ്പത്തൂരാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോട്ടൺ റിസർച്ച് എവിടെയാണെന്ന് ചോദിച്ചാൽ കോയമ്പത്തൂരാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോട്ടൺ റിസർച്ച് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കോയമ്പത്തൂർ. ഓക്കെ, അപ്പൊ ഇത്രയാണ് പരുത്തിത്തുണി വ്യവസായമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പ് PSC ചോദിച്ചിട്ടുള്ള വേറെ ഇതും കണക്ട് ചെയ്ത് വരുന്ന 2 ചോദ്യങ്ങളൂടെ ഒന്ന് പറയാം. മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഒന്ന് കമന്റ് ചെയ്തേ. മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്, മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ അഹമ്മദാബാദ്. മാഞ്ചസ്റ്റർ ഓഫ് സൗത്ത് ഇന്ത്യ, ദക്ഷിണേന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കോയമ്പത്തൂർ. നോർത്ത് ഇന്ത്യ, ഉത്തരേന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്ന് പറയുന്നത്, കാൺപൂർ. നെയ്ത്തുകാരുടെ നഗരം പാനിപ്പറ്റ്. മാഞ്ചസ്റ്റർ ഓഫ് വടക്കൻ കേരളത്തിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കണ്ണൂർ. സ്ഥലം ചോദിച്ചാലോ, മാഞ്ചസ്റ്റർ. ഇപ്പൊ വടക്കൻ കേരളത്തിന്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന സ്ഥലം കണ്ണൂരിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ തലശ്ശേരി. മാഞ്ചസ്റ്റർ, തെക്കൻ കേരളത്തിന്റെ മാഞ്ചസ്റ്റർ ബാലരാമപുരം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അത് റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ, എല്ലാവർക്കും അറിയാന്നുള്ള പോയിന്റ്സ് അല്ലേ. പറയുമോ? മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദ്. ദക്ഷിണേന്ത്യയുടെ മാഞ്ചസ്റ്റർ കോയമ്പത്തൂർ. ഇനി ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ ചോദിച്ചാൽ കാൺപൂർ. മാഞ്ചസ്റ്റർ ഓഫ് നോർത്ത് ഇന്ത്യ, ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്ന് പറയുന്നത് കാൺപൂർ. നെയ്ത്തുകാരുടെ നഗരം പാനിപ്പറ്റ്. വടക്കൻ കേരളത്തിലെ മാഞ്ചസ്റ്റർ കണ്ണൂർ. തെക്കൻ കേരളത്തിലെ മാഞ്ചസ്റ്റർ ബാലരാമപുരം.
ഈ പ്രാചീന കാലത്ത് പരുത്തി അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര് ഓർമ്മയുണ്ടോ? ഈ സിന്ധു നദീതട സംസ്കാരം ആ ഒരു സമയത്തൊക്കെ നമ്മൾ സിന്ധു നദീതട സംസ്കാരത്തിലെല്ലാം കാണപ്പെട്ട സാധനമാണ് നമ്മുടെ ഈ പരുത്തി എന്ന് പറഞ്ഞു. അന്ന് ഈ പരുത്തി അറിയപ്പെട്ടിരുന്ന പേര് എന്തെങ്കിലും ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ആർക്കും പറഞ്ഞൂടാ? ഓക്കെ, നമുക്ക് വഴിയെ അത് നോക്കാം. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോവാം. പരുത്തി തുണി വ്യവസായം നമ്മൾ കഴിഞ്ഞു. അടുത്തതിലോട്ട് പോവാം. ചണ വ്യവസായം. ഓക്കെ, സർ ഇതിൽ ഫോർട്ട് ഗ്ലോസ്റ്റർ എവിടെയാണ് വരുന്നത്? ഫോർട്ട് ഗ്ലോസ്റ്റർ കൊൽക്കട്ടയിലാണ്. ഫോർട്ട് ഗ്ലോസ്റ്റർ ചോദിച്ചാൽ കൊൽക്കട്ട. 1818 ഫോർട്ട് ഗ്ലോസ്റ്റർ വരുന്നത്, കൊൽക്കട്ട. ഓക്കെ, അടുത്തത് ചണ വ്യവസായം. ഓക്കെ, ചണ വ്യവസായം. ഓക്കെ, ചണ വ്യവസായമായിട്ട് നമ്മൾ ഓർക്കുമ്പോൾ ആദ്യം നമുക്കെല്ലാം മനസ്സിൽ വരുന്നൊരു പോയിന്റാണ് ഗോൾഡൻ ഫൈബർ. നമുക്ക് രണ്ടെണ്ണമാണ് പഠിക്കാനുള്ള, ഒന്ന് യൂണിവേഴ്സൽ ഫൈബറും മറ്റൊന്ന് ഗോൾഡൻ ഫൈബറും. യൂണിവേഴ്സൽ ഫൈബറും ഗോൾഡൻ ഫൈബർ എന്ന് പറയുന്നത് ജൂട്ടാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്നത് കോട്ടൺ ആണ്. കോട്ടൺ. ഓക്കെ, അപ്പോൾ ഗോൾഡൻ ഫൈബർ. ഓക്കെ, ഈ ഒരു ജൂട്ടിനെ പറ്റി നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് കൂടെ ഞാൻ പറയാം. ഈ ജൂട്ടിന് പറ്റിയ അല്ലെങ്കിൽ ചണത്തിന് പറ്റിയ കാലാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ചൂടും ഈർപ്പവുമുള്ള സാഹചര്യമാണ് മെയിനായിട്ട് നമ്മുടെ ഈ ഒരു ഇതിന് വേണ്ടത്. അതായത് നമ്മുടെ ചണത്തിന് വേണ്ട കാലാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ചൂടും ഈർപ്പവുമുള്ള സാഹചര്യമാണ് മെയിനായിട്ട് നമ്മുടെ ഒരു ചണത്തിന് വേണ്ടതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു നല്ല മഴ, അതായത് ഒരു 150 സെന്റിമീറ്ററിന് മുകളിൽ നമുക്ക് മഴ ലഭിക്കണം. ഇവിടെ സ്ഥിരമായിട്ട് നമുക്കൊരു വർഷതാപം ഒരു 150 സെന്റിമീറ്ററെങ്കിലും നമുക്ക് വേണം. അതുപോലെ എക്കൽ മണ്ണാണ് ഏറ്റവും നല്ലത്. ഓക്കെ, എക്കൽ മണ്ണാണ് ഈ ഒരു ചണ വ്യവസായത്തിന് ഏറ്റവും നല്ലത്. ഓക്കെ, ചണത്തിന് ഏറ്റവും നല്ല മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ എക്കൽ മണ്ണ്. ഓക്കെ, ഇനി ചണം എവിടെയാണ് പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ വെസ്റ്റ് ബംഗാൾ, ആസാം, അതുപോലെ ഒഡീഷ, ഇത്രയും സംസ്ഥാനങ്ങളിലൊക്കെയാണ് മെയിനായിട്ടും ചണ വ്യവസായം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഓക്കെ, ചണം ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചണം ഉള്ള സ്ഥലം ചോദിക്കുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ വെസ്റ്റ് ബംഗാളാണ്, അടുത്ത് ആസാമാണ്, അതുപോലെ ഒഡീഷ. ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളെന്ന് പറയുന്നത്. നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ മെയിനായിട്ടും ഈ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റയിലൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ചണം കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ചണവുമായിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ് ഗോൾഡൻ ഫൈബർ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അതുപോലെ വെസ്റ്റ് ബംഗാളിൽ, ആസാമിൽ, ഒഡീഷ ഇവിടെയൊക്കെയാണ് മെയിനായിട്ടും ചണം കാണപ്പെടുന്നത്. വെസ്റ്റ് ബംഗാളിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ഗംഗ ബ്രഹ്മപുത്ര നദിയിലാണ്, ഹൂഗ്ലി നദിയുടെയൊക്കെ തീരത്താണ് മെയിനായിട്ടും ഈ ജൂട്ട് കൾട്ടിവേഷൻ അല്ലെങ്കിൽ ചണം കൾട്ടിവേഷൻ ഒക്കെ പ്രധാനമായിട്ടും നമുക്ക് കാണപ്പെടാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ നമ്മുടെ ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ഓക്കെ, ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. ഓക്കെ, അതുപോലെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാൾ. ഓക്കെ, ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ വെസ്റ്റ് ബംഗാൾ. ഓക്കെ, ഇനി ചണം കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ചോദിച്ചാൽ അത് കൊൽക്കട്ടയാണ്. വെസ്റ്റ് ബംഗാളാണ് നമ്മൾ പറഞ്ഞ ഏറ്റവും കൂടുതൽ, അപ്പൊ പിന്നെ വെസ്റ്റ് ബംഗാളിലെ തുറമുഖം തന്നെ ആയിരിക്കുമല്ലോ. കൊൽക്കട്ട തുറമുഖമാണ് ഏറ്റവും കൂടുതൽ ചണം കയറ്റുമതി ചെയ്യുന്ന തുറമുഖം. ഏറ്റവും കൂടുതൽ ചണം കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ചോദിക്കുകയാണെങ്കിൽ അത് കൊൽക്കട്ടയാണ്. കൊൽക്കട്ട. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ചണമില്ല് ഏതാണെന്ന് ചോദിച്ചാൽ റിഷ്ട്രയാണ്. 1855 റിഷ്ട്ര. വെസ്റ്റ് ബംഗാളിലാണ് റിഷ്ട്ര എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ചണമില്ല് റിഷ്ട്രയാണ്, 1855. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ചണമില്ല് ഏതാണെന്ന് ചോദിച്ചാൽ റിഷ്ട്രയാണ്, കൊൽക്കട്ടയിലാണ്, 1855. ഓക്കെ, സുവർണ നാര് അല്ലെങ്കിൽ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്ന നമ്മുടെ ജൂട്ടിന്റെ ആദ്യ ഇൻഡസ്ട്രി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ആദ്യ മില്ല് എവിടെയാണെന്ന് ചോദിച്ചാൽ ചണമില്ല് എവിടെയാണെന്ന് ചോദിച്ചാൽ റിഷ്ട്രയാണ്, വെസ്റ്റ് ബംഗാളിലെ അല്ലെങ്കിൽ കൊൽക്കട്ടയിലെ റിഷ്ട്രയാണ്. 1854. ലോകത്ത് ഏറ്റവും കൂടുതൽ ജൂട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത് അതും 55 നമ്മുടെ PSC ഉത്തരവ് എന്ന് പറയുന്നത്. ചില പുസ്തകത്തിനകത്തൊക്കെ 54 എന്നാണ് കിടക്കുന്നത്. ഓക്കെ, 55. നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനകത്തും 55 കിടക്കുന്നത്, സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനകത്ത്. ഓക്കെ, അതുപോലെ നിങ്ങൾ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പം വേറെയും കുറച്ച് കാര്യം, അതായത് ഈ ചണവുമായിട്ട് ബന്ധപ്പെട്ടും കുറച്ച് കാര്യങ്ങൾ, അതായത് അതിൽ പറഞ്ഞിരിക്കുന്നത് ചണം ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് തെറ്റാണ്. ഇന്ത്യക്ക് 1ാം സ്ഥാനമാണ്. നിലവിലത്തെ കാര്യം 1ാം സ്ഥാനമാണ്. അത് പഴയ പല
റിപ്പോർട്ടും അനുസരിച്ചിട്ടാണ് നമ്മൾ 2ാം സ്ഥാനം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, പക്ഷേ ഇപ്പോൾ നിലവിൽ ഇന്ത്യക്ക് 1ാം സ്ഥാനമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൂടെ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോളണം, തെറ്റിപ്പോകരുത്. ഓക്കെ, നമ്മുടെ PSCയുടെ ഉത്തരവ് എന്ന് പറയുന്നത് ഇപ്പം എന്തായാലും നിലവിൽ 1ാം സ്ഥാനമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ചണം ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ചോദിക്കുകയാണെങ്കിൽ കൊൽക്കട്ടയാണ്. കൊൽക്കട്ട. ഇന്ത്യയിലെ ആദ്യത്തെ ചണമില്ല് ചോദിച്ചാൽ റിഷ്റയാണ്. റിഷ്റ 1855 വെസ്റ്റ് ബംഗാളിലാണ്. 1855 വെസ്റ്റ് ബംഗാൾ. ഓക്കെ, വെസ്റ്റ് ബംഗാളിൽ. ഇനി സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജൂട്ട് ആൻഡ് അലീഡ് ഫൈബേഴ്സ്, നമ്മുടെ ജൂട്ടിന്റെ റിസർച്ച് സെന്റർ എവിടെയാണ്? സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജൂട്ട് ആൻഡ് അലീഡ് ഫൈബേഴ്സ്. അതിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ വെസ്റ്റ് ബംഗാളിലെ ബാരക്പൂർ ആണ്. വെസ്റ്റ് ബംഗാളിലെ ബാരക്പൂരിലാണ് ഇന്ത്യയിലെ ജൂട്ടിന്റെ റിസർച്ച് സെന്റർ എന്ന് പറയുന്നത്. സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജൂട്ട് ആൻഡ് അലീഡ് ഫൈബേഴ്സ്. ഓക്കെ, സെൻട്രൽ സാർ റിസർച്ച് ഒന്നോടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയോ? സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സെൻട്രൽ സാർ അത് എവിടെ? റിസർച്ച് വെസ്റ്റ് ബംഗാളിൽ എവിടെയാണ്? ബാരക്പൂർ, ബാരക്പൂർ. സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജൂട്ട് ആൻഡ് അലീഡ് ഫൈബേഴ്സ്, ജൂട്ട് ആൻഡ് അലീഡ് ഫൈബേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വെസ്റ്റ് ബംഗാളിലെ ബാരക്പൂരിലാണ്. വെസ്റ്റ് ബംഗാളിലെ ബാരക്പൂർ. ഓക്കെ, ഇനി നമ്മുടെ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് കേട്ടോ. ദക്ഷിണേന്ത്യയിൽ, നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇത് നമ്മുടെ ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ്. ഓക്കെ, ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ചണമായിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ്. ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർത്തിച്ച് പറയാം. ചണം എന്ന് പറയുന്നതിന് നമ്മൾ വിളിക്കുന്ന പേര് സുവർണ്ണ നാര് എന്നാണ് ചണം അറിയപ്പെടുന്ന പേര്. ആരെങ്കിലും എഴുതാത്ത പോയിന്റുകൾ ഉണ്ടെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്തോളുക. ഓക്കെ, സുവർണ്ണ നാര് എന്നറിയപ്പെടുന്നതാണ് ചണം എന്ന് പറയുന്നത്. ചണവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ചൂടും ഈർപ്പവുമുള്ള സാഹചര്യമാണ് മെയിനായിട്ടും ചണം കൃഷിക്ക് നമുക്ക് വേണ്ടത്. അതുപോലെ ഉയർന്ന കാലാവസ്ഥയും ഉയർന്ന താപവും അതുപോലെ തന്നെ 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴയും നമുക്ക് എന്തിനു വേണം? ഈ ഒരു ജൂട്ട് കൾട്ടിവേഷന് മെയിനായിട്ടും വേണം. അതുപോലെ തന്നെ എക്കൽ മണ്ണാണ് ഇതിന് ഏറ്റവും കൂടുതൽ നല്ലത്. ഇത് മെയിനായിട്ടും കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വെസ്റ്റ് ബംഗാൾ, ആസാം, ഒഡീഷ, ഇവിടെയൊക്കെയാണ് മെയിനായിട്ടും ഏത് കൃഷി ചെയ്യുന്നത്? ചണം കൃഷി ചെയ്യുന്നത്. വെസ്റ്റ് ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിൽ, ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റയിലാണ് നമ്മൾ മെയിനായിട്ടും ചണം ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ഈ ഹൂഗ്ലി നദിയുടെ തീരത്താണത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അതിനെ കുറച്ച് കൂടുതൽ അവിടെ കാണപ്പെടാനുള്ള കാര്യം എന്ന് പറയുന്നത് വെള്ളത്തിന്റെയൊക്കെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം നിലവിൽ ഇന്ത്യയാണ് 1ാം സ്ഥാനത്തുള്ളത്. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നതിൽ നിലവിൽ ഇന്ത്യയുടെ സ്ഥാനം 1ാം സ്ഥാനമാണ്. ചണം കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കൊൽക്കത്ത തുറമുഖമാണ്. ഏറ്റവും കൂടുതൽ ചണം കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്ത തുറമുഖമാണ്. ഇന്ത്യയിലെ ആദ്യ ചണമില്ല് ഏതാണെന്ന് ചോദിച്ചാൽ റിഷ്റയാണ്. 1855 വെസ്റ്റ് ബംഗാളിലെ റിഷ്റയാണ്. സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജൂട്ട് ആൻഡ് അലീഡ് ഫൈബേഴ്സ്, ഇതിന് ഉത്തരം എന്ന് പറഞ്ഞാൽ ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ വെസ്റ്റ് ബംഗാളിലെ ബാരക്പൂരിലാണ്. വെസ്റ്റ് ബംഗാളിലെ ബാരക്പൂരിലാണ്. ഓക്കെ, ഉൽപാദനത്തിന് മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് വെസ്റ്റ് ബംഗാളും, ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശുമാണ്. ആന്ധ്രാപ്രദേശ്. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജൂട്ടുമായിട്ട് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഈ പറയുന്ന പരുത്തി കൃഷി ഉള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ടോ? പരുത്തി തുണി കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ നമുക്ക് ഈ ഒരു മാപ്പ് കാണുമ്പോൾ മെയിനായിട്ട് മനസ്സിലാവും. അതായത് നമ്മുടെ ഗുജറാത്ത്, അതുപോലെ മഹാരാഷ്ട്ര, ആ ഒരു ഭാഗത്തൊക്കെയാണ് മെയിനായിട്ട് ഇത് കൂടുതലും വരുന്നത്, കൃഷി കൂടുതലും വരുന്നത്. ഓക്കെ, അല്ല സംസ്ഥാനങ്ങൾ ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. നമ്മുടെ പാലക്കാടാണ്, കേരളത്തിലാണെങ്കിൽ പാലക്കാട്ടിലാണ് കൂടുതലും കൃഷി ചെയ്യുന്നത്. ഓക്കെ, അതിൽ മിക്കവാറും ഗുജറാത്തും മഹാരാഷ്ട്രയൊക്കെ എടുത്തു ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഓക്കെ, ഈ ജൂട്ടിന്റെ കാര്യത്തിൽ ഞാൻ ഇങ്ങനെ എടുത്തു പറഞ്ഞത് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് അങ്ങനെ ഒരു പോയിന്റ് പറയുന്നുണ്ട്, വെസ്റ്റ് ബംഗാളിന്റെയും ആസാമിന്റെയും കാര്യം. പക്ഷെ അവിടെ മാത്രമല്ല ജൂട്ട് ഉള്ളത്, വേറെയും പല സ്ഥലങ്ങളിലും ജൂട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം എടുത്തു പറയുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ജൂട്ടിന്റെ കാര്യത്തിൽ അത് പറഞ്ഞു. ഓക്കെ ഓക്കെ സാർ. ഓക്കെ, അടുത്ത് നമ്മൾ പോകുന്ന തേയില. ഓക്കെ, മൂന്നാമത് നമ്മൾ നോക്കാൻ പോകുന്ന തേയിലയാണ്. തേയില. ഓക്കെ, തേയില വ്യവസായം. ഓക്കെ, തേയില മെയിനായിട്ടും ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് തേയില കൃഷി ഉള്ളതെന്ന് ചോദിച്ചാൽ ഒന്ന് ആസാം, അതുപോലെ വെസ്റ്റ് ബംഗാൾ, അതുപോലെ കേരളവും തമിഴ്നാടും. ഇത്രയും സംസ്ഥാനങ്ങളിലാണ് മെയിനായിട്ടും തേയില കൃഷി കൂടുതലും കാണപ്പെടുന്നത്. ഓക്കെ,
തേയില കൃഷി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സ്ഥലങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആസാം, വെസ്റ്റ് ബംഗാൾ, അതുപോലെ കേരളവും തമിഴ്നാടും തേയില കൃഷി നമുക്ക് കാണാൻ സാധിക്കുന്നത്. തേയില കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ അല്ലെങ്കിൽ അതിന്റെ കാലാവസ്ഥ എന്ന് പറയുന്നത് 25°C മുതൽ 30°C വരെയാണ്. 25°C മുതൽ 30°C വരെയാണ്. ഞാൻ ഈ ടെമ്പറേച്ചറിന്റെ കാര്യം എടുത്തു പറയാൻ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, നമുക്ക് കഴിഞ്ഞ വർഷം അതായത് 2019 നടന്ന ഒരു എക്സാം, എനിക്ക് എക്സാമിന്റെ പേര് കറക്റ്റ് ഓർമ്മയില്ല, PSCയുടെ ഒരു എക്സാം, അതായത് നമ്മുടെ VOയുടെ എക്സാമിനൊക്കെ തൊട്ട് മുമ്പായിട്ട് നടന്ന ഒരു എക്സാമാണ്. കറക്റ്റ് എനിക്ക് എക്സാം ഓർമ്മയില്ല. ആ ഒരു എക്സാമിന് PSC നെല്ലിന്റെയോ പരുത്തിയുടെയോ കാലാവസ്ഥ അവരെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പറ്റിയ ടെമ്പറേച്ചർ എത്ര °C മുതൽ എത്ര °C വരെയാണ് അതിന് പറ്റിയ ഇത് താപനില എന്ന് പറയുന്നത് എത്രയാണെന്ന് PSC ചോദിച്ചായിരുന്നു. അത് കറക്റ്റ് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അവർ എടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞപ്പോൾ അതിന്റെ കൂടെ ഞാൻ ഈ ഒരു കാര്യം കൂടെ കണക്ട് ചെയ്ത് പോയത്. ഓക്കെ, അപ്പോൾ ഇതുകൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള പോയിന്റ് ആണ്, കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് എന്തായാലും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയോ അത്? ടീ കൾട്ടിവേഷൻ, അതായത് തേയിലയ്ക്ക് പറ്റിയ കാലാവസ്ഥ എന്ന് പറയുന്നത് 25° മുതൽ 30°C വരെയാണ്. 25° മുതൽ 30°C വരെയാണ് ഇതിന് പറ്റിയ കാലാവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, 25°C മുതൽ 30°C വരെയാണ് ഇതിന് പറ്റിയത്. മെയിനായിട്ടും കുന്നിൻ ചെരുവിലൊക്കെയാണ് നമ്മൾ ടീ മെയിനായിട്ടും കൃഷി ചെയ്യുന്നത്. എവിടെയാണെന്ന് വെച്ചാൽ കുന്നിൻ ചെരുവിലൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. ഇതിന് വാർഷിക മഴ എന്ന് പറയുന്നത് 200 മുതൽ 250 സെന്റിമീറ്റർ ആണ്. ആനുവൽ റെയിൻഫോൾ ഏകദേശം 200 മുതൽ 250 സെന്റിമീറ്റർ വരെ മഴ വേണം. അതാണ് തേയില കൾട്ടിവേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. 25 മുതൽ 30°C വരെയാണ് കാലാവസ്ഥ. 200 മുതൽ 250 സെന്റിമീറ്റർ വരെ ഇതിന് മഴ വേണം. അതാണ് നമ്മുടെ ടീ കൾട്ടിവേഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഇതിന്റെ മണ്ണ് ചോദിച്ചാൽ ജൈവാംശം കൂടുതലുള്ള മണ്ണ് മതിയാണെന്നാണ് നമുക്ക് പറയുന്നത്. ടീ കൾട്ടിവേഷൻ, തേയില കൾട്ടിവേഷന് മെയിനായിട്ടും ആവശ്യമുള്ള മണ്ണെന്ന് പറയുന്നത് ജൈവാംശമുള്ള മണ്ണും പെട്ടെന്ന് തന്നെ ഈ വെള്ളം വാർന്നു പോകുന്ന ടൈപ്പ് മണ്ണുമാണ് ഈ തേയില കൾട്ടിവേഷൻ, തേയില കൃഷിക്ക് ഏറ്റവും പറ്റിയ അനുയോജ്യമായ മണ്ണെന്ന് പറയുന്നത്. ഓക്കെ, ജൈവാംശമുള്ള മണ്ണും അതുപോലെ തന്നെ ജലം പെട്ടെന്ന് വാർന്നു പോകുന്ന ടൈപ്പ് മണ്ണാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ഓക്കെ, ഇനി തേയില കൃഷിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ആസാമാണ്. തേയില കൃഷിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ആസാമാണ്. ആസാം. ഓക്കെ, കേരളത്തിലെ മെയിനായിട്ടും തേയില കൃഷി ഏറ്റവും കൂടുതൽ വരുന്നത് ഇടുക്കിയിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയാം. തേയില പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ ആസാം, വെസ്റ്റ് ബംഗാൾ, അതുപോലെ കേരള, അതുപോലെ തമിഴ്നാട്, ഇത്രയും സ്ഥലങ്ങളിലാണ് മെയിനായിട്ടും തേയില കൃഷി കൂടുതലും കാണപ്പെടുന്നത്. ഓക്കെ, ഇതിന് വാർഷികമായിട്ട് 200 മുതൽ 250 സെന്റിമീറ്റർ വരെയുള്ള മഴ ആവശ്യമാണ്. അതുപോലെ തന്നെ കാലാവസ്ഥ എന്ന് പറയുന്നത് 25°C മുതൽ 30°C ഇടയ്ക്കായിരിക്കണം. അതുപോലെ കുന്നിൻ ചെരുവുകളിലാണ് മെയിനായിട്ട് നമ്മൾ തേയില കൃഷി ചെയ്യുന്നത് മുഴുവനും കുന്നിൻ ചെരുവുകളിലാണ്. അതുപോലെ ഇതിന് പറ്റിയ മണ്ണ് ചോദിക്കുകയാണെങ്കിൽ ജൈവാംശമുള്ള മണ്ണും പെട്ടെന്ന് വെള്ളം വാർന്നു പോകുന്ന ടൈപ്പ് മണ്ണുമാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആസാമാണ്. ആസാം. കേരളത്തിലാണെങ്കിൽ ഇടുക്കിയാണ് കേരളത്തിൽ. എന്നാൽ ലോകത്തിൽ പ്രൊഡക്ഷന്റെ കാര്യത്തിൽ 1-ാം സ്ഥാനം നിൽക്കുന്ന രാജ്യം ഏതാണ്? ഒന്ന് കമന്റ് ചെയ്തേ പെട്ടെന്ന്. ഓക്കെ, തേയില കൾട്ടിവേഷനിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ്? നമ്മുടെ അയൽ രാജ്യമാണ്. നമ്മളോട്ട് ഭയങ്കര സ്നേഹമാണ് അയൽ രാജ്യത്തിന്. ആരുമില്ലേ? അതാണ് മുഹമ്മദ് റജീസ് പറഞ്ഞ് ചൈനയാണ് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. പ്രൊഡക്ഷന്റെ കാര്യത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ചൈനയാണ്. ഇന്ത്യക്ക് 2-ാം സ്ഥാനമാണ്. ഇതിലും ഇന്ത്യക്ക് 2-ാം സ്ഥാനമാണ്. ഓക്കെ, തേയിലയ്ക്ക് ഇന്ത്യയിൽ എത്രാം സ്ഥാനമാണെന്ന് വെച്ചാൽ 2-ാം സ്ഥാനമാണ്. 2-ാം സ്ഥാനം. ഓക്കെ, നമുക്ക് ഇനിയും ഉയരങ്ങളിലേക്ക് പോകാനുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് 1-ാം സ്ഥാനം കിട്ടുള്ളൂ. ഓക്കെ, അപ്പം തേയില കൾട്ടിവേഷൻ. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് കാപ്പിയാണ്. കാപ്പി കൃഷി. അതുപോലെ ഈ തേയിലയുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. തേയിലയുടെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ടോക്ലായി ടീ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് PSC ഇതുവരെ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ടോക്ലായി ടീ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് PSC ഇതുവരെ ഈ ചോദ്യം ചോദിച്ചിട്ടില്ല. ടോക്ലായി ടീ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതെന്ന് പറയുന്നത് ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആസാമിലെ ജോരഹട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ടോക്ലായി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അവിടെ ഈ ആസാമില് ടോക്ലായി എന്ന് പറയുന്ന ഒരു നദിയുണ്ട്. ആ ടോക്ലായി നദിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ടാണ് അതിന് പേരെന്ത് വന്നത്? ടോക്ലായി ടീ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. എവിടെയാണെന്ന് ചോദിച്ചാൽ ആസാമിലാണ്. ആസാമിലെ ജോർഹട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ജോർഹട്ട്. ഓക്കെ, അടുത്തതിലോട്ട് നമുക്ക് പോവാം. അടുത്ത കാപ്പി കൾട്ടിവേഷൻ. ഓക്കെ, കാപ്പി കൃഷി മെയിനായിട്ട് നമുക്ക് ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുള്ളൂ. ഒന്നെന്ന് പറയുന്നത്
കാപ്പി മെയിനായിട്ടും കൃഷി ചെയ്യുന്നത് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് ഏറ്റവും കൂടുതലുള്ളത്. കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ കാപ്പി കാണപ്പെടുന്നത്. അതായത് പശ്ചിമഘട്ട മലനിരകളിലാണ് മെയിനായിട്ടും കാപ്പി കൃഷി മെയിനായിട്ടും കാണപ്പെടുന്നത്. ഓക്കെ, ഇതിന് വേണ്ട കാലാവസ്ഥ ഒരു സ്പെസിഫിക് ആയിട്ടൊരു ടെമ്പറേച്ചർ ഒന്നുമില്ല, ജസ്റ്റ് മിതമായ ഒരു താപനിലയും ഉയർന്ന വർഷപാതവുമാണ്. അതായത് നല്ല മഴയും വേണം. അതാണ് ഇതിന് മെയിനായിട്ട് വേണ്ട കാര്യം എന്നാണ്. കാപ്പി കൃഷിക്ക് മെയിനായിട്ടും വേണ്ട കാര്യം അതാണ്. മിതമായ താപനിലയായിരിക്കണം, പിന്നെ വർഷത്തിൽ നല്ല മഴയും വേണം. അതാണ് ഇതിനെ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള ഒരു ടൈപ്പ് ഉണ്ട്, അറബിക്ക എന്ന് പറയുന്നത്. ആ അറബിക്ക എന്ന മുന്തിയ കാപ്പിയിനാണ് നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ അറബിക്ക എന്ന് പറയുന്ന ടൈപ്പാണ്, അറബിക്ക. അത് അന്താരാഷ്ട്ര വിപണിയിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉള്ള ഒരു സാധനമാണ് ഈ അറബിക്ക എന്ന് പറയുന്ന കാപ്പിയുടെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഒരു ടൈപ്പ് തന്നെയാണ്. അറബിക്ക എന്ന് പറയുന്ന ടൈപ്പാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന സാധനം. ഓക്കെ, ഈ അറബിക്ക മാത്രമല്ല, വേറെയും പല ടൈപ്പ് ഉണ്ട്, റോബസ്റ്റ എന്നൊക്കെ പറഞ്ഞ് പല ടൈപ്പ് ഉണ്ട്. പക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ടൈപ്പാണെന്ന് ചോദിച്ചാൽ അറബിക്കയാണ്, അറബിക്ക. ഓക്കെ, ഇനി ഇന്ത്യയിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം, അതായത് കാപ്പി ഉൽപാദനത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ കർണാടകയാണ്. കർണാടക പശ്ചിമഘട്ടത്തിലുള്ള മെയിനായിട്ടും നമ്മുടെ കർണാടകയും തമിഴ്നാടും കേരളമൊക്കെയാണ് മെയിനായിട്ടും കാപ്പി കൃഷിക്ക് മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ. അതിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ കർണാടകയാണ്. നമ്മുടെ മൊത്തം ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 2/3 ഭാഗവും വരുന്നത് കാപ്പി വരുന്നത് നമ്മുടെ കർണാടകയിലാണ്. കർണാടകയിൽ ഓക്കെ, കർണാടകയിൽ. ഓക്കെ, നമ്മൾ ഫിസിയോഗ്രഫി പഠിച്ച സമയത്തെ ഇന്ത്യയിലെ കർണാടകയിലെ ഏറ്റവും ഉയരമുള്ള ഒരു മലനിരയുടെ കാര്യം പറഞ്ഞു, ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? മുള്ളിയനഗിരി. മുല്ലനഗിരി അതാണ് കറക്റ്റ്. മുല്ലനഗിരി ആ കുന്ന് വേറൊരു കുന്നിലാണ് നിൽക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഒരു ഹിൽ റേഞ്ചിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ മുല്ലയങ്കഗിരി എന്ന് നമ്മൾ പറഞ്ഞു. ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ബാബാ ബുദ്ധാൻ കുന്നുകൾ. ബാബാ ബുദ്ധാൻ കുന്നുകൾ. ഈ ബാബാ ബുദ്ധാൻ കുന്നുകളിൽ തന്നെ ഒരു ചിക്കമഗലൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ചിക്കമഗലൂർ, ഇത് സ്ലൈഡിനകത്ത് സ്പെല്ലിംഗ് ഉണ്ട്, CHIKMAGALUR, ചിക്കമഗലൂർ. ഈ കർണാടകയിലെ ചിക്കമഗലൂർ അറിയപ്പെടുന്നത് കർണാടകയുടെ കോഫി ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ കർണാടകയാണ്. ഈ കർണാടകയിലെ ചിക്കമഗലൂർ അറിയപ്പെടുന്ന പേര് കർണാടക കോഫി ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്, കർണാടക കോഫി ലാൻഡ്. അതുപോലെ തന്നെ സെൻട്രൽ കോഫി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് ഈ ചിക്കമഗലൂരിലാണ് സെൻട്രൽ കോഫി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, സെൻട്രൽ കോഫി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിക്കമഗലൂരാണ്. ചിക്കമഗലൂർ. ഓക്കെ, ഇപ്പം നമ്മുടെ ചിക്കമഗലൂർ ഈ കോഫിയുടെ പ്രൊഡക്ഷനിൽ ഇന്ത്യക്ക് 1-ാം സ്ഥാനവും ഇല്ല, 2-ാം സ്ഥാനവും ഇല്ല, 3-ാം സ്ഥാനമൊന്നും ഇല്ല. 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ബ്രസീലാണ് ഏറ്റവും കൂടുതൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ അതിലൊരു ചെറിയ കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ്. 7-ാം സ്ഥാനം എന്നും പറയും, 6-ാം സ്ഥാനം എന്നും പറയും. കാരണം ഇന്ത്യയുടെ തൊട്ടും അടുത്ത് അല്ലെങ്കിൽ 7ഉം 6ഉം സ്ഥാനം നിൽക്കുന്ന 2 പേരാണ്. അതായത് ഒന്ന് ഹോണ്ടുറാസ് എന്ന് പറയുന്ന സെൻട്രൽ അമേരിക്കയിൽ വരുന്ന ഒരു രാജ്യമാണ് ഈ ഒരു ഹോണ്ടുറാസ് എന്ന് പറയുന്ന രാജ്യം. ഈ ഹോണ്ടുറാസ് എന്ന് പറയുന്ന രാജ്യത്തിനും ഇന്ത്യക്കും നമ്മുടെ കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് ഏകദേശം ഒരേ അളവിലാണ് ഇന്ത്യയുടെയും ഈ ഹോണ്ടുറാസ് കോഫിയുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സ്ഥാനത്തിൽ 6-ാം സ്ഥാനമെന്നും പറയും, 7-ാം സ്ഥാനമെന്നും പറയും. ഓക്കെ, അപ്പം അതുകൊണ്ട് നമുക്ക് അത് ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. ഇന്ത്യക്ക് 1-ാം സ്ഥാനമല്ല, 1-ാം സ്ഥാനത്തുള്ള രാജ്യം എന്ന് പറയുന്നത് ബ്രസീലാണ്. പക്ഷേ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാപ്പിയിലെ 3/4 ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിൽ, നമ്മുടെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്ന അറബിക്ക എന്ന് പറയുന്ന ടൈപ്പിലുള്ള കാപ്പിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്. ആ കാര്യം ഓർത്തു വെച്ചിരിക്കുക. അതുപോലെ കർണാടകയിലെ ചിക്കമഗലൂർ എന്ന് പറയുന്ന സ്ഥലത്തെയാണ് നമ്മൾ കോഫി ലാൻഡ് എന്ന് പറയുന്നത്. അതുപോലെ സെൻട്രൽ കോഫി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് ചിക്കമഗലൂരാണ്. സാർ ഒരു മുല്ലനഗരിയുടെ കാര്യം പറഞ്ഞില്ലേ? മുല്ലനഗരിയുടെ കാര്യം അതെന്താണെന്ന് ഒന്നുകൂടെ പറയോ? അത് കർണാടകയിലെ ഏറ്റവും ഉയർന്ന പോയിന്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ, ഇന്ത്യൻ ഫിസിയോഗ്രഫി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ് മുല്ലയങ്കിരി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കോഫിയായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് തേയിലയും കോഫിയും ഒന്ന് ഒട്ടിച്ചു പറയാം. തേയില എന്ന് പറയുന്നത് ആസാമിലും വെസ്റ്റ് ബംഗാളിലും കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. 200 മുതൽ 250 സെന്റിമീറ്റർ വരെയാണ് വാർഷിക മഴ വേണ്ടത്.
അതുപോലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 25°C മുതൽ 30°C വരെയാണ് വേണ്ടത്. ഓക്കെ, ഇതിന് പറ്റിയ മണ്ണെന്ന് പറയുന്നത് ജൈവാംശമുള്ള മണ്ണും ജലം പെട്ടെന്ന് വാർന്നു പോകുന്ന ടൈപ്പ് മണ്ണാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അതുപോലെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ആസാമാണ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇടുക്കിയാണ്, ഇടുക്കി. ഇനി ലോകത്തിലെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയാണ്, ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ്. അതുപോലെ ടോക്ലായി ടീ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ടോക്ലായി എന്ന് പറയുന്ന നദിയുടെ തീരത്താണ്. ആസാമിലെ ടോക്ലായി എന്ന് പറയുന്ന നദിയുടെ തീരത്താണ്. സ്ഥലത്തിന്റെ പേര് ജോർഹട്ട് എന്നാണ്. നിങ്ങളിപ്പോൾ അങ്ങനെയൊന്നും പഠിക്കണമെന്നില്ല, ജസ്റ്റ് ആസാം എന്ന് ഓർത്ത് വെച്ചിരുന്നാലും മതി. ഇത് ചോദിച്ചിട്ടില്ല, ഇതുവരെ PSC ചോദിച്ചിട്ടില്ല, ഇനി ഇതിന് ചോദിക്കാൻ ഒരു സാധ്യതയില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അതുപോലെ കോഫി എന്ന് പറഞ്ഞാൽ കാപ്പി. നമ്മുടെ കാപ്പി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കേരളം, തമിഴ്നാട്, കർണാടക ഈ സംസ്ഥാനങ്ങളാണ് മെയിനായിട്ടും കാപ്പി കൃഷി നടത്തുന്നത്. പശ്ചിമഘട്ട മലനിരകളിലാണ് ഇതിൽ ഏറ്റവും പറ്റിയ ഒരു സ്ഥലം എന്ന് പറയുന്നത്. കാപ്പി കൃഷിക്ക് ഏറ്റവും പറ്റിയ ഒരു സ്ഥലം ഇതാണ്. അതുപോലെ തന്നെ മിതമായ ഒരു താപനില ഇതിന് മതി. അതുപോലെ പക്ഷെ മഴ എന്ത് വേണം, നന്നായിട്ടുള്ള മഴയും ഇതിന് വേണം. പിന്നെ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ 3/4 അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ തന്നെ വലിയ വിലയുള്ള അറബിക്ക എന്ന് പറയുന്ന ഒരു ടൈപ്പിലെ കാപ്പിയാണ് നമ്മൾ മെയിനായിട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഇത് നമ്മുടെ മൊത്തം ഉൽപാദനത്തിന്റെ 2/3 എടുക്കുകയാണെങ്കിൽ 2 കർണാടകയിൽ നിന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ കർണാടകയിലെ ചിക്കമഗലൂർ എന്ന് പറയുന്ന സ്ഥലമാണ് കർണാടക കോഫി ലാൻഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആ സ്ഥലമാണ്. ഈ ചിക്കമഗലൂരിലാണ് സെൻട്രൽ കോഫി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ലോകത്തിലെ 1ാം സ്ഥാനം കാപ്പി ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ബ്രസീലാണ്, ബ്രസീൽ. ഓക്കെ, ഇതുവരെ പറഞ്ഞതിൽ ആർക്കും സംശയമില്ലല്ലോ. ഓക്കെ, അടുത്തത് പഞ്ചസാര വ്യവസായം. ഓക്കെ, പഞ്ചസാര വ്യവസായം. ഓക്കെ, നമുക്ക് പഞ്ചസാര വ്യവസായത്തിന് പ്രധാനമായിട്ടും നമുക്ക് വേണ്ട സാധനമാണ് നമ്മുടെ കരിമ്പെന്ന് പറയുന്നത്. ഓക്കെ, കരിമ്പാണ് പഞ്ചസാര വ്യവസായത്തിന്റെ പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത്. ഓക്കെ, ഈ കരിമ്പെന്ന് പറയുന്നത് ഒരു ഉഷ്ണമേഖലാ വിളയാണ്. അതിന് ചൂടും മഴയും ഒക്കെ ഉള്ള ഒരു കാലാവസ്ഥ തന്നെയാണ് നമ്മുടെ ഈ ഒരു കരിമ്പിനും വേണ്ടത്. അതുപോലെ കറുത്ത മണ്ണ് അല്ലെങ്കിൽ എക്കൽ മണ്ണാണ് ഇതിനും പറ്റിയ മണ്ണെന്നൊക്കെ പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും കരിമ്പിന്റെ കാര്യങ്ങളിലൊക്കെ കിടക്കാം. ഓക്കെ, ഇപ്പൊ ഈ കരിമ്പിൽ നിന്ന് മെയിനായിട്ട് നമ്മൾ എടുക്കുന്നത് പഞ്ചസാരയും ശർക്കരയും ഉണ്ടാക്കാനൊക്കെ നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനമാണ് കരിമ്പെന്നാണ്, ഷുഗർ കെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെയിനായിട്ടും വേണ്ട പോയിന്റ്സ് ഇത്രയാണ്. ഒന്ന്, പഞ്ചസാര ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ബ്രസീലാണ്. പഞ്ചസാര ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ബ്രസീലാണ്, ബ്രസീൽ. 2ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. ഓക്കെ, കരിമ്പ് ഉൽപാദനത്തിൽ പഞ്ചസാര ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ബ്രസീലാണ്. 2ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഓക്കെ, പഞ്ചസാര ഉൽപാദനത്തിൽ 1ാം സ്ഥാനം ബ്രസീൽ, 2ാം സ്ഥാനം ഇന്ത്യയാണ്. അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചോട്ടാ, പഞ്ചസാര ഉൽപാദനത്തിൽ ഉപയോഗത്തിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമായിരിക്കും? പഞ്ചസാര ഉപയോഗത്തിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമായിരിക്കും? 1ാം സ്ഥാനമായിരിക്കും. കറക്റ്റ് ആണല്ലോ, 1ാം സ്ഥാനമായിരിക്കും. പഞ്ചസാര ഉൽപാദനത്തിൽ നമ്മൾ 1ാം സ്ഥാനമാണ്. പ്രമേഹ രോഗികൾക്ക് 1ാം സ്ഥാനം ആർക്കാണ്? നമ്മൾ ഇന്ത്യക്കാണ്. ഓക്കെ, പഞ്ചസാര ഉപയോഗത്തിലും ഇന്ത്യക്കാണ് 1ാം സ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പഞ്ചസാരയുടെ ഉൽപാദനത്തിൽ 1ാം സ്ഥാനം ബ്രസീലാണ്. പഞ്ചസാരയുടെ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യ. ഉപയോഗത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നതും നമ്മുടെ ഇന്ത്യ. ഓക്കെ, ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണോ ഉത്തർപ്രദേശാണോ? ഉത്തർപ്രദേശ്. മഹാരാഷ്ട്രയാണോ ഉത്തർപ്രദേശാണോ? ഓക്കെ, പണ്ട് നമ്മുടെ ഉത്തരം ഉത്തർപ്രദേശ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് മഹാരാഷ്ട്രയാണ്. ഇപ്പൊ നിങ്ങളെ മനസ്സിലൊക്കെ പോകുന്നത് പഞ്ചസാര കിണ്ണമൊക്കെ ആയിരിക്കും, ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം ഉത്തർപ്രദേശ് അല്ലേന്നായിരിക്കും. പക്ഷെ അത് നിങ്ങൾ നോക്കണ്ട, ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം ഉത്തർപ്രദേശ് തന്നെയാണ്. പക്ഷെ നിലവിൽ പഞ്ചസാര ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ്, മഹാരാഷ്ട്ര. ഓക്കെ, അത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇത് വെച്ചിട്ട് മഹാരാഷ്ട്ര തന്നെയാണ്. ഇപ്പോൾ നിലവിൽ PSC കൊടുക്കുന്ന ഉത്തരവും മഹാരാഷ്ട്ര തന്നെയാണ്. ഓക്കെ, ഉത്തർപ്രദേശ് അല്ല. പണ്ട് ഉത്തർപ്രദേശ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം എടുത്തു പറഞ്ഞത്. നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനകത്തും ഉത്തർപ്രദേശ് എന്നാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. ഓക്കെ, പക്ഷെ ഉത്തരം മഹാരാഷ്ട്രയാണ്, അതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ്, മഹാരാഷ്ട്ര. പഞ്ചസാര കിണ്ണം പക്ഷേ ചോദിച്ചാൽ അത് മാറിയിട്ടില്ല, അതിപ്പോൾ ഉത്തർപ്രദേശ് തന്നെയാണ്. ഓക്കെ, അതും ഇതോട്ട് നിങ്ങൾ കണക്ട് ചെയ്യേണ്ട. ഓക്കെ, ഇനി നമ്മുടെ നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ കാൺപൂരിലാണ് നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ കാൺപൂരിലാണ്.
കാൺപൂരിലാണ് നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഷുഗർ മില്ല് എവിടെയാണെന്ന് ചോദിച്ചാൽ ബീഹാറിലെ ബെട്ടിയ എന്ന് പറയുന്ന സ്ഥലത്താണ്. 1840 വന്നത്. ബെട്ടിയ എന്ന് പറയുന്ന സ്ഥലത്താണ്. BETTIAH ബെട്ടിയ. ഓക്കെ. അപ്പോൾ നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ കാൺപൂരിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഷുഗർ മില്ല് എവിടെയാണെന്ന് ചോദിച്ചാൽ ബെട്ടിയയാണ്. ബെട്ടിയ ബീഹാർ. 1840 ബീഹാറിൽ വന്നത്. ഓക്കെ. ഷുഗർ കെയിൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ലക്നൌവിലാണ്. ഷുഗർ കെയിൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ ലക്നൌവിലാണ് ഷുഗർ കെയിൻ റിസർച്ച് സെന്റർ. ഷുഗർ കെയിൻ റിസർച്ച് സെന്റർ എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ്. ലക്നൌ. ഓക്കെ. ഇത്രയും കാര്യം നിങ്ങൾ പഞ്ചസാരയായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടേ ഉള്ളൂ. പഞ്ചസാര വ്യവസായമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയേ ഉള്ളൂ. ഒന്ന് കരിമ്പാണ് ഇതിന്റെ പ്രധാനപ്പെട്ട മെറ്റീരിയൽ എന്ന് പറയുന്നത്. പഞ്ചസാര ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ബ്രസീലാണ്. ഇന്ത്യക്ക് 2-ാം സ്ഥാനമാണ്. ഉപയോഗത്തിൽ പക്ഷേ ഇന്ത്യ 1-ാം സ്ഥാനത്തിലാണ് നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് അല്ല, മഹാരാഷ്ട്രയാണ്. നിലവിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്. ഓക്കെ. നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കാൺപൂരിലാണ്. കാൺപൂർ. ആദ്യത്തെ ഷുഗർ മില്ല് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ബെട്ടിയ ബീഹാറിലാണ്. ബീഹാറിലെ ബെട്ടിയ. 1840 ബെട്ടിയ ബീഹാറിലാണ് ആദ്യത്തെ ഷുഗർ മില്ല് എന്ന് പറയുന്നത്. ഇനി ഷുഗർ കെയിൻ റിസർച്ച് സെന്റർ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് ഷുഗർ കെയിൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഷുഗർ കെയിൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ്. ഓക്കെ. നമ്മളെ പിന്നെ ഈ കരിമ്പിന്റെ കൃഷിയുടെ കാര്യം നമ്മൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അതൊരു ഉഷ്ണമേഖല ടൈപ്പ് വിളയാണ്. അതുപോലെ ചൂടും മഴയുള്ള ഒരു കാലാവസ്ഥയാണ് നമുക്ക് ഷുഗർ കെയിനിന് മെയിനായിട്ടും വേണ്ടത്. അതുപോലെ പറ്റിയ മണ്ണെന്ന് പറയുന്നത് കറുത്ത മണ്ണും എക്കൽ മണ്ണും ഒക്കെ തന്നെയാണ്. അത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഷുഗർ ഇൻഡസ്ട്രീസ് ഒക്കെ ഇത് എപ്പോഴും ഈ ഒരു ഷുഗർ ഫാമിനൊക്കെ അടുത്തായിരിക്കും മെയിനായിട്ട് എപ്പോഴും ഇത് സ്ഥിതി ചെയ്യുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഈ ഒരു കരിമ്പ് മുറിച്ച് മാക്സിമം നേരത്തെ തന്നെ നമുക്ക് ഇതിനെ പ്രോസസ്സ് ചെയ്ത് ഇതിൽ നിന്നും ഇതിന്റെ സത്തിനെ നമുക്ക് വിഭജിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതൊരു ക്വാളിറ്റിയോടെ നമുക്ക് കിട്ടുള്ളൂ. സമയം കഴിയുന്തോറും അതിന്റെ ആ ഒരു ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ ആ ഒരു ടേസ്റ്റിനൊക്കെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ ഒരു അടുത്തടുത്ത്, അതായത് നിങ്ങൾ നെറ്റിൽ ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ ഷുഗർ കെയിനും അതുപോലെ തന്നെ ഇതിന്റെ കൂടെ ബന്ധപ്പെട്ട ഇൻഡസ്ട്രീസും എല്ലാം അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. ജസ്റ്റ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. പഞ്ചസാരയും ശർക്കരയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ട സാധനം നമ്മുടെ ഈ ഒരു ഷുഗർ കെയിൻ ആണ്. ഷുഗർ കെയിൻ. അപ്പൊ ഇതുവരെ പറഞ്ഞതിൽ സംശയമൊന്നുമില്ലല്ലോ ആർക്കും? നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഓക്കെ. അടുത്തത് കമ്പിളി വ്യവസായമാണ്. കമ്പിളി വ്യവസായം. ഓക്കെ. കമ്പിളി വ്യവസായം. ഓക്കെ. കമ്പിളി വ്യവസായം. ഓക്കെ. ഇന്ത്യയിലെ അല്ലെങ്കിൽ ആധുനിക കമ്പിളി വ്യവസായം, ഇന്ത്യയിലെ ആദ്യ കമ്പിളി വ്യവസായം എന്ന് ചോദിച്ചാലും അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ കമ്പിളി വ്യവസായം എന്ന് ചോദിച്ചാലും അല്ലെങ്കിൽ ആധുനിക കമ്പിളി വ്യവസായ മില്ല് എവിടെയാണെന്ന് ചോദിച്ചാലും എവിടെയാണ്? കാൺപൂരിലാണ്. കാൺപൂരിലെ ലാൽ ഇൽമി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഉത്തർപ്രദേശിലെ കാൺപൂരിലെ ലാൽ ഇൽമി എന്ന് പറയുന്ന സ്ഥലത്താണ്. ലാൽ ഇൽമി കാൺപൂരിലാണ്. ഇന്ത്യയിലെ ആധുനിക കമ്പിളി വ്യവസായം ഇന്ത്യയിൽ ആരംഭിച്ച സ്ഥലം ചോദിച്ചാലും ഇന്ത്യയിലെ ആദ്യ കമ്പിളി വ്യവസായ മില്ല് ചോദിച്ചാലും അതെവിടെയാണ്? കാൺപൂരിലെ ലാൽ ഇൽമി എന്ന് പറയുന്ന സ്ഥലത്താണ്. ലാൽ ഇൽമി, ഉത്തർപ്രദേശിലെ ലാൽ ഇൽമി. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും ആധുനിക കമ്പിളി വ്യവസായം ഇന്ത്യയിൽ ആരംഭിച്ച സ്ഥലം ഏതാണെന്ന് ചോദിച്ചാലും ഇന്ത്യയിലെ ആദ്യ കമ്പിളി വ്യവസായ മില്ല് എവിടെയാണെന്ന് ചോദിച്ചാലും അത് കാൺപൂരാണ് അല്ലെങ്കിൽ ലാൽ ഇൽമി. കാൺപൂരിലൊരു സ്ഥലമാണ് ലാൽ ഇൽമി. പക്ഷെ PSC ഒരു തവണ മാത്രമേ ലാൽ ഇൽമി ഓപ്ഷനിൽ തന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ തവണയും PSC ചോദിച്ചപ്പോഴൊക്കെ കാൺപൂർ തന്നെയായിരുന്നു ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. ഓക്കെ. ലാൽ ഇൽമി കാൺപൂരിലൊരു സ്ഥലമാണ് ലാൽ ഇൽമി എന്ന് പറയുന്നത്. ലാൽ ഇൽമി. ഓക്കെ. 1876 കാൺപൂരിൽ ഈ ഒരു ഇൻഡസ്ട്രി വരുന്നത്. ഓക്കെ. ഏറ്റവും കൂടുതൽ കമ്പിളി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ പഞ്ചാബാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കമ്പിളി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ പഞ്ചാബാണ്. പഞ്ചാബിലുള്ള ധാരിവാൾ എന്ന് പറയുന്ന സ്ഥലവും ലുധിയാന എന്നൊക്കെ പറയുന്ന സ്ഥലമാണ് മെയിനായിട്ടും ഈ കമ്പിളിക്ക് ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഓക്കെ. ഏറ്റവും കൂടുതൽ കമ്പിളി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് പഞ്ചാബാണ്. പഞ്ചാബിലെ ധാരിവാളും അതുപോലെ ലുധിയാനയും. ഓക്കെ. ധാരിവാളും ലുധിയാനയും. ഓക്കെ. ഈ കമ്പിളി ഉൽപാദനത്തിൽ ഇന്ത്യക്ക് 7-ാം സ്ഥാനമാണ്. ഇന്ത്യക്ക് 1-ാം സ്ഥാനമൊന്നുമില്ല, 7-ാം സ്ഥാനമാണ്. ഓക്കെ.
രാജസ്ഥാൻ അല്ലേ സർ ഉൽപാദനത്തില്? അല്ല, ഉൽപാദനത്തിൽ പഞ്ചാബാണ് മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. ഓക്കെ, എന്തുപറ്റി രാജസ്ഥാനാണോ എന്ന് ചോദിച്ചേ? ഏതെങ്കിലും ബുക്കിൽ രാജസ്ഥാൻ എന്നാണോ കിടക്കുന്നത്? എവിടെയോ വായിച്ചതുപോലെ. ഓക്കെ, അത് രാജസ്ഥാനിലല്ല. പക്ഷെ രാജസ്ഥാനിൽ നമ്മുടെ ഈ കമ്പിളിയോട്ട് ബന്ധപ്പെട്ട് സെൻട്രൽ ഷീപ്പ് ആൻഡ് വൂൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അത് രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാൽപുര എന്ന് പറയുന്ന സ്ഥലത്താണ്. മാൽപുര എന്ന് പറയുന്ന സ്ഥലത്ത്. ഓക്കെ, മാൽപുര എന്ന് പറഞ്ഞ സ്ഥലത്താണ് രാജസ്ഥാനിൽ സെൻട്രൽ ഷീപ്പ് ആൻഡ് വൂൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഈ രാജസ്ഥാനും ഈ പഞ്ചാബ് ഇതിലൊക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കും. അതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പം നിലവിൽ എന്തായാലും നമ്മുടെ ഉത്തരവ് എന്ന് പറയുന്നത് എന്തായാലും പഞ്ചാബ് തന്നെയാണ്. ഓക്കെ, ചിലപ്പോൾ മുമ്പുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു വർഷത്തെ ഒന്ന് നോക്കിയിട്ടായിരിക്കാം ചിലപ്പോൾ അവരിനകത്ത് എന്തെങ്കിലും രാജസ്ഥാൻ എന്നോ അങ്ങനെയെങ്കിലും കൊടുത്തിരുന്നത്. പക്ഷെ നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പഞ്ചാബിലാണ്. ഓക്കെ, പഞ്ചാബിലാണ് ഉള്ളത്. റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് രാജസ്ഥാനിൽ എവിടെയായിരുന്നു? മൽപുര എന്ന് പറയും. MALPURA മാൽപുര. എവിടെയാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാനിലാണ്. സെൻട്രൽ ഷീപ്പ് ആൻഡ് വൂൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സെൻട്രൽ ഷീപ്പ് ആൻഡ് വൂൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് രാജസ്ഥാനിലെ മൽപുര. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത. പഴയ ഒരു നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, സുവർണ കമ്പിളിയുടെ നാടെന്നറിയപ്പെടുന്ന ഏതാ? സുവർണ കമ്പിളിയുടെ നാട്. ന്യൂസിലാൻഡ് ആണോ സുവർണ കമ്പിളിയുടെ നാട്? ഓസ്ട്രേലിയ. സുവർണ കമ്പിളിയുടെ നാടെന്നറിയപ്പെടുന്നത് ഓസ്ട്രേലിയ. ഓക്കെ, അതുപോലെ നമ്മുടെ ഈ ഒരു ചെമ്മരിയാടിൽ നിന്നാണ് മെയിനായിട്ട് നമ്മുടെ ഈ ഒരു കമ്പിളി നമ്മൾ മെയിനായിട്ട് എടുക്കുന്ന ആ ഒരു റോ മെറ്റീരിയൽ നമുക്ക് ചെമ്മരിയാടിൽ നിന്നാണ് കിട്ടുന്നത്. ഇതിൽ തന്നെ മെറീനോ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ചെമ്മരിയാടുകളിൽ നിന്നായിട്ടാണ് നമുക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി, ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഓഫ് വൂള് നമുക്ക് കിട്ടുന്നത് മെറീനോ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു ചെമ്മരിയാടിൽ നിന്നാണ് നമുക്ക് മെയിനായിട്ടും കിട്ടുന്നത്. മെറീനോ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു ചെമ്മരിയാട്. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോകാം. അടുത്തതെന്ന് പറയുന്നത് പട്ടുനൂൽ വ്യവസായമാണ്. പട്ടുനൂൽ വ്യവസായം. ഓക്കെ, പട്ടുനൂൽ വ്യവസായം മെയിനായിട്ട് സെൻട്രൽ ഷീപ്പ് ആൻഡ് വൂൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, മൽപുര, രാജസ്ഥാൻ. MALPURA മൽപുര, രാജസ്ഥാൻ. മൽപുര. സർ മെറീനോ ആ പോയിന്റ് എന്ന് പറയാമോ? അത് മെറീനോ എന്ന വിഭാഗത്തിൽപ്പെട്ട ചെമ്മരിയാടിൽ നിന്നാണ് ഏറ്റവും നല്ല ക്വാളിറ്റി, ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഓഫ് വൂള് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അടുത്ത സിൽക്ക് ഇൻഡസ്ട്രി, പട്ടുനൂൽ വ്യവസായം അല്ലെങ്കിൽ സിൽക്ക് വ്യവസായം. ഓക്കെ, സിൽക്ക് വ്യവസായത്തിൽ നമ്മുടെ ഇന്ത്യക്ക് എത്രാം സ്ഥാനമായിരിക്കും? സെക്കൻഡ്. അപ്പൊ ഒന്നാം സ്ഥാനം ആർക്കാ? ചൈനയ്ക്ക്. ചൈന. അപ്പം സിൽക്ക് ഇൻഡസ്ട്രിയിൽ, സിൽക്ക് വ്യവസായത്തിൽ ഇന്ത്യക്ക് ഒന്നാം സ്ഥാനമല്ല, രണ്ടാം സ്ഥാനമാണ്. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ചൈനയാണ്. ഓക്കെ, അപ്പോ ഇന്ത്യക്ക് രണ്ടാം സ്ഥാനമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് സംസ്ഥാനമായിരിക്കും? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സിൽക്ക് ഏതാ? കർണാടക. കേട്ടില്ല, കർണാടക. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ പട്ടുനൂൽ വ്യവസായം ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുള്ളത് എവിടെ? പട്ടുനൂൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ പട്ടുനൂൽ വ്യവസായം അല്ലെങ്കിൽ പട്ടുനൂൽ വ്യവസായം ആരംഭിച്ച അല്ലെങ്കിൽ പട്ടുനൂൽ മില്ല് എവിടെയാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് അത് ഹൗറയാണ്. പശ്ചിമ ബംഗാളിലെ ഹൗറയിലാണ് ആദ്യത്തെ പട്ടുനൂൽ വ്യവസായം ആരംഭിക്കുന്നത്. 1832 ഹൗറ, പശ്ചിമ ബംഗാളിലെ ഹൗറയിലാണ് ആദ്യത്തെ പട്ടുനൂൽ വ്യവസായം ആരംഭിക്കുന്നത്. ഓക്കെ, ഇനി സെൻട്രൽ സിൽക്ക് ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? എവിടെയാണെന്ന് ചോദിച്ചാൽ ബാംഗ്ലൂരാണ്. സെൻട്രൽ സിൽക്ക് ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ബാംഗ്ലൂരാണ്. സെൻട്രൽ സിൽക്ക് ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂർ. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്കിതിൽ 2-3 ടൈപ്പ് സിൽക്ക് കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതായത് ഒന്നെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് മുഗാ സിൽക്ക്. ഏത് സംസ്ഥാനം ഉൽപ്പാദിപ്പിക്കുന്നത് തന്നെയാണ് മുഗാ സിൽക്ക് എന്ന് പറയുന്നത്?
ആസാമാണ്. ആസാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ടൈപ്പ് സിൽക്കിന്റെ പേരാണ് മുഗ സിൽക്ക്. ഓക്കെ, മുഗ സിൽക്ക് ആസാമിൽ മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു പ്രത്യേക തരം സിൽക്കിന്റെ പേരാണ് മുഗ സിൽക്ക്. ഓക്കെ, മുഗ സിൽക്ക്. അതുപോലെ മറ്റൊരെണ്ണമാണ് കോസ സിൽക്ക് എന്ന് പറയും. കോസ സിൽക്ക് ഏത് സംസ്ഥാനത്തെയാണെന്ന് അറിയാമോ? ബീഹാറിലെയാണ് കോസ സിൽക്ക്. എവിടെയാണെന്ന് ചോദിച്ചാൽ ബീഹാറിലെയാണ്. കോസ സിൽക്ക് എവിടത്തെയാണെന്ന് ചോദിച്ചാൽ ബീഹാർ. ഓക്കെ, അപ്പൊ മുഗ സിൽക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ ആസാമിലാണ്. കൊസ സിൽക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ ബീഹാറിലാണ്. ഈ കൊസ സിൽക്കും എന്നും പറയും. അതുപോലെ മറ്റൊരു പേരുണ്ട്, ചിലപ്പോൾ അതായിരിക്കും നിങ്ങൾ കേട്ടിട്ടുള്ള പേര്, തുസാർ സിൽക്ക് എന്ന് പറയും. കൊസ സിൽക്ക് അല്ലെങ്കിൽ തുസാർ സിൽക്ക് എന്നും പറയും കേട്ടോ. ബീഹാറിലുള്ളതിനെ കൊസ സിൽക്ക് അല്ലെങ്കിൽ തുസാർ സിൽക്ക് എന്ന് പറയും. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ ബീഹാറിലാണ്. ബീഹാറിൽ കാണപ്പെടുന്ന സിൽക്കിന്റെ പേരാണ് കൊസ അല്ലെങ്കിൽ തുസാർ സിൽക്ക് എന്ന് പറയും. ഇത് മുഗ സിൽക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ ആസാമിലാണ്. ആസാമിൽ. ഓക്കെ, പട്ടിന്റെ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? പട്ടിന്റെ നഗരം ലേഡീസ്, നിങ്ങളാണ് പറയാനുള്ളത്. പട്ടിന്റെ നഗരം എവിടെയാണ്? കാഞ്ചീപുരമാണോ സർ? കാഞ്ചീപുരം. പട്ടിന്റെ നഗരം എവിടെയാണ്? കാഞ്ചീപുരം. പട്ടിന്റെ നഗരം ഏതാണ്? കാഞ്ചീപുരം. ഓക്കെ, ഇനി നമ്മുടെ കേരളത്തിൽ ഈ പട്ടുനൂൽ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഈ വ്യവസായ മേഖലയിൽ നമ്മൾ ഈ പട്ടുനൂൽ വളർത്തലിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനം ആരംഭിച്ചിട്ടുണ്ട്. അറിയാമോ പേര്? സെറിഫെഡ് എന്നാണ് പറയുന്നത്. സെറിഫെഡ്, തിരുവനന്തപുരത്ത് ആസ്ഥാനമായിട്ടുള്ള സെറിഫെഡ് ആണ് നമ്മുടെ കേരളത്തിൽ പട്ടുനൂൽ വ്യവസായം അല്ലെങ്കിൽ പട്ടുനൂൽ പുഴു വളർത്തലിന് വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഈ സെറിഫെഡ് എന്ന് പറയുന്നത്. തിരുവനന്തപുരത്താണ് അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. തിരുവനന്തപുരത്താണ് ആസ്ഥാനം എന്ന് പറയുന്നത്. ഇത് കേരള സർക്കാരിന്റെ ആണോ? കേരള സർക്കാരിന്റെയാണ്. ഓക്കെ, സെൻട്രൽ സിൽക്ക് ബോർഡിന്റെ ആസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞു, ബാംഗ്ലൂരിലാണ് സെൻട്രൽ സിൽക്ക് ബോർഡിന്റെ ആസ്ഥാനം. ഇനി ഒരു സിൽക്കിന്റെ പേര് ഇവിടെ ഞാൻ പറയാം, നിങ്ങളൊന്ന് പ്രഡിക്റ്റ് ചെയ്ത് നോക്ക്. പീസ് സിൽക്ക് എന്ന് പറയും. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ ഈ പീസ് സിൽക്ക്? ഇംഗ്ലീഷിലെ പീസ് ആണ്, PEASACE, പീസ് സിൽക്ക്. ഇല്ലെങ്കിൽ അഹിംസ സിൽക്ക് എന്ന് മലയാളത്തിൽ ഖദറാണോ? കേട്ടില്ലടാ. ഖദർ അല്ല, അഹിംസ സിൽക്ക് എന്ന് പറയും. ഇല്ലെങ്കിൽ അഹിംസ സിൽക്ക്. വേറെ ആരെങ്കിലും കേട്ടില്ലടാ? ഗുജറാത്ത്? അങ്ങനെയല്ല, അതല്ല സംഭവം. വേറെ ഒന്നുമല്ല. നമ്മുടെ പട്ടുനൂൽ പുഴുവിനെ നമ്മൾ കൊല്ലാതെ തന്നെ, അതിന് ഒരു ദോഷവും ഉണ്ടാക്കാതെ അതിൽ നിന്നും സിൽക്ക് നിർമ്മിച്ചെടുക്കുന്ന ഇതിന് പറയുന്ന പേരാണ് ഈ പീസ് സിൽക്ക് ഇല്ലെങ്കിൽ അഹിംസ സിൽക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ആന്ധ്രാപ്രദേശിലുള്ള ഒരു കുസുമരാജയ്യ എന്ന് പറയുന്ന ഒരാള് കൊണ്ടുവന്ന ഒരു കാര്യമാണ്. അതായത് പട്ടുനൂൽ പുഴുക്കളെ തന്നെ കൊല്ലാതെ സിൽക്ക് നിർമ്മിച്ചെടുക്കുന്ന ഇതിന് പറയുന്ന പേരാണ് പീസ് സിൽക്ക് ഇല്ലെങ്കിൽ അഹിംസ സിൽക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊന്നും നമുക്ക് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയില്ല. ഞാൻ ജസ്റ്റ് ഇതുമായിട്ട് വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു ഫാക്റ്റ്, അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്ത. പീസ് സിൽക്ക് ഇല്ലെങ്കിൽ അഹിംസ സിൽക്ക്. കുസുമരാജയ്യ എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ ഒരാളാണ് കുസുമരാജയ്യ. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്തതിലോട്ട് പോവാം. ഓക്കെ, അടുത്തത് പേപ്പർ ഇൻഡസ്ട്രിയാണ്. പേപ്പർ വ്യവസായം. ഓക്കെ, പേപ്പർ വ്യവസായത്തിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ചൈന തന്നെയാണ്. ഓക്കെ, പേപ്പർ വ്യവസായത്തിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ചൈനയാണ്. പേപ്പർ വ്യവസായത്തിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക പേപ്പർ മിൽ എവിടെയാണ് വന്നതെന്ന് വെച്ചാൽ സെറാംപൂറിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ മിൽ എവിടെയാണ് വന്നതെന്ന് വെച്ചാൽ സെറാംപൂർ. വെസ്റ്റ് ബംഗാളിലാണ് വന്നത് 1832. അതായത് നിങ്ങൾ ചിലപ്പോൾ പുസ്തകങ്ങൾ നോക്കുമ്പോൾ വർഷം 1812 ആയിരിക്കും കിടക്കുന്നത്. കാരണം 1812 സെറാംപൂറിൽ നമ്മുടെ പേപ്പർ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അധികം നാൾ ഓടുന്നില്ല. എന്തൊക്കെയോ ഇൻഡസ്ട്രിയൽ പരമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകൾ കാരണം അത് പിന്നീട് അടച്ചു പൂട്ടുന്നുണ്ട്. പിന്നീട് അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത് 1832. ഓക്കെ, അപ്പോൾ സെറാംപൂറിൽ 1832 വെസ്റ്റ് ബംഗാളിൽ ആദ്യത്തെ ആധുനിക പേപ്പർ മില്ല് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ പേപ്പർ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പേപ്പർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ്.
ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പേപ്പർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പേപ്പർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ്. അതുപോലെ നാഷണൽ ന്യൂസ് പ്രിന്റ് ആൻഡ് പേപ്പർ മിൽസ് എവിടെയാണെന്ന് ചോദിച്ചാൽ നേപ്പാനഗറിലാണ്. നേപ്പാനഗർ. ഓക്കെ, നേപ്പാനഗർ. നാഷണൽ ന്യൂസ് പ്രിന്റ് ആൻഡ് പേപ്പർ മില്ല് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് നേപ്പാനഗറാണ്. നേപ്പാനഗർ മധ്യപ്രദേശിലെ സ്ഥലമാണ്. നേപ്പാനഗർ എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ നേപ്പാനഗർ, മധ്യപ്രദേശ്. ഓക്കെ, അതുപോലെ സർ, ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഏതില് പേപ്പർ പേപ്പർ ഫസ്റ്റ് ചൈന എന്ന് പറഞ്ഞു. ഫസ്റ്റ് ചൈനയാണ്. ഇന്ത്യക്ക് 2ാം സ്ഥാനം എന്നും പറയുന്നുണ്ട്. അതിലൊരു സൊല്യൂഷൻ നമുക്ക് വന്നിട്ടില്ല. ഇന്ത്യക്ക് 1ാം സ്ഥാനത്ത് ചൈന തന്നെയാണ്, 2ാം സ്ഥാനമാണ് ഇന്ത്യക്ക് എന്നാണ് ഞാൻ ജസ്റ്റ് രണ്ടില് കുറച്ച് നോക്കിയപ്പോഴേക്കും എനിക്ക് മനസ്സിലായ കാര്യം 2ാം സ്ഥാനം എന്നാണ്. ഓക്കെ, പക്ഷെ അതൊരു കറക്റ്റ് സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. അതിന്റെ കറക്റ്റ് എണ്ണവും അതിന്റെ റാങ്കിങ് ഒന്നും കറക്റ്റ് ഇതുവരെ വന്നിട്ടില്ല 2020 അനുസരിച്ചിട്ട്. അതാണ് ഞാൻ അത് പറയാത്തത്. ഓക്കെ, 1ാം സ്ഥാനത്ത് ചൈനയാണ്, 2ാം സ്ഥാനത്ത് ഇന്ത്യ ആണെന്നാണ് ഒരു 90% അത് ഇന്ത്യ തന്നെ ആയിരിക്കാനാണ് സാധ്യത. ഓക്കെ ഓക്കെ സർ. പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക പേപ്പർ മിൽ എന്ന് പറയുന്നത് സെറാംപൂറിലാണ്, 1832 വെസ്റ്റ് ബംഗാളിൽ. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് ഏറ്റവും കൂടുതൽ പേപ്പർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. നാഷണൽ ന്യൂസ് പ്രിന്റ് ആൻഡ് പേപ്പർ മിൽസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ നേപ്പാനഗറിലാണ്. നേപ്പാനഗർ, മധ്യപ്രദേശിൽ. ഏറ്റവും കൂടുതൽ പേപ്പർ മില്ലുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ പേപ്പർ മില്ലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ പേപ്പർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ പേപ്പർ മില്ലുകളുള്ള സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ ഉത്തർപ്രദേശ്. ഓക്കെ, ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ പേപ്പർ മിൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ബെല്ലാർപൂർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പേപ്പർ മിൽ ഏതാണെന്ന് ചോദിച്ചാൽ ബെല്ലാർപൂർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പേപ്പർ മിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ബെല്ലാർപൂർ ആണ്. മഹാരാഷ്ട്രയിലാണ് ബെല്ലാർപൂർ. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പേപ്പർ മിൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ബെല്ലാർപൂർ ആണ്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇതാണ് പേപ്പർ ഇൻഡസ്ട്രിയായിട്ട് ഓർക്കേണ്ട കാര്യം. 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ചൈനയാണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക പേപ്പർ മിൽ എവിടെയാണെന്ന് വെച്ചാൽ സെറാംപൂർ ആണ്, വെസ്റ്റ് ബംഗാളിൽ, 1832. അതുപോലെ ഏറ്റവും കൂടുതൽ പേപ്പർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയാണ്. ഏറ്റവും വലിയ പേപ്പർ മിൽ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്, ബെല്ലാർപൂരിലാണ്. അതുപോലെ നമ്മൾ പറഞ്ഞ കാര്യം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പേപ്പർ മില്ലുകളുള്ള സ്ഥലം ചോദിച്ചാൽ ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ പേപ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. എന്നാൽ ഏറ്റവും കൂടുതൽ പേപ്പർ മില്ലുള്ളത് ഉത്തർപ്രദേശിലാണ്. അതുപോലെ നാഷണൽ ന്യൂസ് പ്രിന്റ് ആൻഡ് പേപ്പർ മിൽസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നേപ്പാനഗർ, മധ്യപ്രദേശിലെ നേപ്പാനഗറാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പേപ്പർ മില്ലുമായിട്ട് ഓർക്കേണ്ട കാര്യം. സർ, ബെല്ലാർപൂർ ഏത് സ്റ്റേറ്റിലാണ്? ബെല്ലാർപൂർ മഹാരാഷ്ട്രയില. ഓക്കെ, അടുത്തത് റബ്ബർ ആണ്. റബ്ബർ. ഓക്കെ, റബ്ബറിന് പറ്റിയ കാലാവസ്ഥ എന്ന് പറയുന്നത് 25°C ആണ്. 25°C ആണ് റബ്ബറിന് പറ്റിയ കാലാവസ്ഥ. 25°C കൂടിയ ടെമ്പറേച്ചറാണ് റബ്ബറിന് പറ്റിയെന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഒരു വർഷത്തിൽ 150 സെന്റിമീറ്ററിന് മുകളിൽ മഴയും വേണം. ഒരു വർഷത്തിൽ 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴയും വേണം. അതാണ് റബ്ബറിന് പറ്റിയ കാലാവസ്ഥ. 25°C നിന്നും കൂടുതൽ ടെമ്പറേച്ചർ വേണം, 150 സെന്റിമീറ്ററിൽ നിന്നും കൂടുതൽ മഴ വേണം. അതാണ് റബ്ബർ കൾട്ടിവേഷന് പറ്റിയ കാലാവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ചോദിച്ചാൽ ലാറ്ററൈറ്റ് മണ്ണാണ്. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ കേരളമാണ്. കേരളം. ഓക്കെ, റബ്ബറിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ബ്രസീൽ. റബ്ബറിന്റെ ജന്മസ്ഥലം ചോദിച്ചാൽ ബ്രസീൽ. ഇന്ത്യക്ക് റബ്ബർ ഉൽപാദനത്തിൽ എത്രാമത്തെ സ്ഥാനമാണ് ലോകത്തിലെ? നമ്മുടെ മുഴുവൻ ലോകരാജ്യങ്ങളിലെ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ് റബ്ബർ ഉൽപാദനത്തിൽ? വെറുതെ നിങ്ങളൊന്ന് പറ. 5 5. കുറച്ചുകൂടെ ഒന്ന് താന്നാ മതി. 3. അത്രയ്ക്കും താഴണ്ട. അപ്പൊ ഉത്തരവായില്ലേ? 4. 4ാം സ്ഥാനം. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് വെച്ചാൽ 4ാം സ്ഥാനമാണ്. 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് തായ്ലാന്റ് ആണ്. ഇപ്പൊ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 4ാം സ്ഥാനമാണ് ഇന്ത്യക്ക്.
ഓക്കെ, 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് തായ്ലാന്റ് ആണ്, തായ്ലാന്റ്. ഓക്കെ, അപ്പോൾ ബ്രസീലിന്റെ ജന്മദേശം എന്ന് പറയുന്നത് ബ്രസീലാണ്. ബ്രസീല് വില്യം ഹെൻറി എന്ന് പറയുന്ന ആളാണ്, എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനാണ് ഇന്ത്യയിലേക്ക് ഈ റബ്ബറിനെ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ റബ്ബറിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വ്യക്തി എന്ന് പറയുന്നത് വില്യം ഹെൻറി എന്ന് പറയുന്ന ആളാണ്. വില്യം ഹെൻറി എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാരനാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് എത്തിച്ച വ്യക്തി ഈ വില്യം ഹെൻറിയാണ്. അപ്പോൾ റബ്ബർ കൃഷിയോട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ് ഇത്രേ ഉള്ളൂ. 25 ഡിഗ്രി സെൽഷ്യസും 150 സെന്റിമീറ്ററിന് ഉയർന്ന താപനിലയും വേണം. ബ്രസീലാണ് ജന്മദേശം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ലോകത്തിലെ തായ്ലാന്റും. ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 4-ാം സ്ഥാനമാണ്. 4-ാം സ്ഥാനം, അത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇന്ത്യക്ക് 4-ാം സ്ഥാനമാണ്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണെന്ന് പറയുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്, ലാറ്ററൈറ്റ് മണ്ണ്. ഓക്കെ, റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം കോട്ടയം. കോട്ടയം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് കോട്ടയം പുതുപ്പള്ളിയിലാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചാലും കോട്ടയമാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചാലും കോട്ടയമാണ്, കോട്ടയം. ഓക്കെ, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചാലും കോട്ടയമാണ്, കോട്ടയം. ഓക്കെ, അപ്പൊ റബ്ബറുമായിട്ട് ഇത്രയും പുതുപ്പള്ളി. ഓക്കെ, പുതുപ്പള്ളി. ഓക്കെ, അപ്പം ഇത്രയാണ് റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പൊ അതുപോലെ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, ക്ഷീരവ്യവസായം. ഓക്കെ, ലോകത്ത് ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള രാജ്യം ഏതാണ്? നിങ്ങൾ വെറുതെ പറഞ്ഞു. ഇന്ത്യയാണ്. ഇന്ത്യ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള രാജ്യം. 2-ാം സ്ഥാനം ബ്രസീലിനാണ്. 1-ാം സ്ഥാനം ഇന്ത്യക്ക്, 2-ാം സ്ഥാനമാണ് ബ്രസീൽ. അമേരിക്കയ്ക്ക് 3-ാം സ്ഥാനമൊക്കെയാണ്. അപ്പോൾ 1-ാം സ്ഥാനം ഇന്ത്യക്കാണ്, 2-ാം സ്ഥാനം ബ്രസീലിനാണ്, 3-ാം സ്ഥാനം അമേരിക്കയ്ക്കാണ്. ഓക്കെ, അപ്പം ജസ്റ്റ് 1-ാം സ്ഥാനവും 2-ാം സ്ഥാനവും ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. പിന്നെ മിൽക്ക് പ്രൊഡക്ഷനിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 1-ാം സ്ഥാനമാണ്. മിൽക്ക് പ്രൊഡക്ഷനിലും ഇന്ത്യയുടെ സ്ഥാനം 1-ാം സ്ഥാനമാണ്. ഓക്കെ, മിൽക്കിന്റെ പ്രൊഡക്ഷനിലും ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 1-ാം സ്ഥാനമാണ്. മിൽക്കിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് പശുവിന്റെ മാത്രമല്ല പാല് വരുന്നത്, എല്ലാ മൃഗങ്ങളുടെയും പാല്, പശു, ആട്, എല്ലാത്തിന്റെയും പാല്. ആ പാലിന്റെ കളക്ഷനിൽ ഏറ്റവും കൂടുതൽ, പാലിന്റെ ഉൽപ്പാദനത്തിൽ ഏറ്റവും കൂടുതൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഓക്കെ, പിന്നെ ക്ഷീരോത്പാദനത്തിന് വേണ്ടിയിട്ട്, അതിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഓപ്പറേഷൻ ഉണ്ട്. പണ്ട് നമ്മൾ നടത്തിയ ഒരു ഓപ്പറേഷൻ ഫ്ലഡ്, ഓർമ്മയുണ്ടോ? ഓപ്പറേഷൻ ധവള വിപ്ലവം. അത് തന്നെയാണ്, ധവള വിപ്ലവം. 1970-ലാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമുക്ക് അതിൽ നിന്ന് വേണ്ടുന്ന പോയിന്റ് ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചിരിക്കേണ്ട 1970 നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. അതെവിടെയാണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്? അതാണ് വേണ്ട പോയിന്റ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഗുജറാത്ത്. ആനന്ദ്. ഗുജറാത്തിലെ ആനന്ദാണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. എവിടെയെന്ന് വെച്ചാൽ ഗുജറാത്തിലെ ആനന്ദ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നിപ്പോ ജസ്റ്റ് നമ്മൾ ആദ്യമൊക്കെ നോക്കിയെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ വ്യവസായമായിട്ട്, നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട്. ബർത്ത്ഡേ ആണ് 99th നവംബർ 26. ഓക്കെ, ഇന്ന് വേറെ ഒരു പ്രത്യേകതയുണ്ട് നവംബർ 26-ന്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ. ഓക്കെ, എല്ലാരും ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ രാവിലെ ഇരുന്ന് വായിച്ചാ? ആരും ഒന്നും മിണ്ടില്ല. പ്രിയാമ്പിൾ എല്ലാരും സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടിട്ടുണ്ടല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് ഇന്ത്യൻ ഇൻഡസ്ട്രിയാണ്. ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ നമുക്കിനി ഒരു പാർട്ടോടെ വരും. അതായത് നമ്മളിപ്പോ നോക്കിയത് കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളാണ്. ഇപ്പം ചിലപ്പോൾ നിങ്ങൾ റെഫർ ചെയ്യുന്ന പുസ്തകത്തിനകത്ത് വേറൊരു രീതിയിലായിരിക്കും ചിലപ്പോൾ ഈ ഇന്ത്യൻ ഇൻഡസ്ട്രി കാണിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ ജസ്റ്റ് ഇത് കണക്ട് ചെയ്തത് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് കൂടെ റെഫർ ചെയ്ത് അതിന്റെ ഒരു ബേസിലാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് ആ രണ്ട് രീതിയിൽ ഞാൻ ക്ലാസിഫൈ ചെയ്തെടുത്തു. ഒന്ന് കൃഷി അധിഷ്ഠിത വ്യവസായം എന്നും മറ്റൊന്ന് മിനറൽ ബേസ്ഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മിനറൽ ബേസ്ഡ് ആയിട്ടുള്ള വരുന്നതാണ് നമ്മുടെ കോളും സിമെന്റ്, അതുപോലെ രാസ വ്യവസായം. അതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ തന്നെ നമുക്ക് ആ ഒരു പോർഷൻ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇന്നിപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കിയെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ആധുനിക ഇന്ത്യൻ വ്യവസായത്തിന്റെ പിതാവ് മുതൽ, അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി, കേരളത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി, അതുപോലെ തന്നെ നമ്മൾ പിന്നെ പോയത് സ്പെഷ്യൽ എക്കണോമിക് സോണിനെ പറ്റി നമ്മൾ നോക്കി. നമുക്ക് ഈ സ്പെഷ്യൽ എക്കണോമിക് സോൺ ഇവിടെ മാത്രമല്ല, ഇനി നമ്മൾ തുറമുഖങ്ങൾ പഠിക്കും. നമുക്ക് 13 തുറമുഖങ്ങളുണ്ട്. ആ 13 തുറമുഖങ്ങളെ കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ അവിടെ നമുക്ക് ആവശ്യം വരുന്ന ഒരു പോയിന്റാണ്.
ഓക്കെ. അതുപോലെ നമുക്ക് ഈ വ്യാവസായിക ഗുണമേന്മ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്ഥാപനമുള്ള കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ നമ്മുടെ തകർന്നുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രീസിനെയൊക്കെ സഹായിക്കാൻ വേണ്ടി പണ്ടൊരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. അവർ നമ്മൾ 2016 മറ്റൊന്നുമായിട്ട് കണക്ട് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ നമ്മുടെ പുതിയ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ നമ്മുടെ കാർഷിക വിളകളെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഭക്ഷ്യവിള എന്നും അതുപോലെ നാണ്യവിളകളെന്നും. അപ്പോൾ അതിൽ നാണ്യവിളകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കിയത്. അതിൽ ആദ്യം നമ്മൾ നോക്കിയത് പരുത്തി വ്യവസായത്തെ പറ്റിയാണ്. പരുത്തി വ്യവസായത്തിലെ നമ്മൾ മെയിനായിട്ട് അതിൽ ഓർത്തിരിക്കേണ്ട പോയിന്റ് ആദ്യത്തെ മില്ല് എവിടെയാണ്, അതിന്റെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്, ഇന്ത്യക്ക് അതിന് എത്രാം സ്ഥാനമാണ്, ലോകത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ്, അത്രയും കാര്യങ്ങൾ ഓർത്തുകൊള്ളുക. അതുപോലെ കോട്ടണിൽ നിന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട 2 പ്രീവിയസ് ക്വസ്റ്റ്യൻ, റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന് ചോദിച്ച 2 പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഒന്ന് ലോകവ്യാപകമായി നമ്മൾ വസ്ത്രം പരുത്തി തുണി നിർമ്മാണത്തിന് കോട്ടൺ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അത് അറിയപ്പെടുന്ന ഒരു വിശേഷണമുണ്ട് യൂണിവേഴ്സൽ ഫൈബർ. ആ യൂണിവേഴ്സൽ ഫൈബർ വിഒക്ക് ചോദിച്ച ചോദ്യമാണ് 2019 നടന്ന എക്സാമിന്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം, അതും PSC മുമ്പ് ചോദിച്ചതാണ്. നമ്മുടെ 2018 ലാബ് അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ചതാണ്. ഓക്കെ. അതുപോലെ ഞാൻ എൻ്റെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും മറ്റും പറഞ്ഞു. അതുപോലെ മാഞ്ചസ്റ്ററിന്റെ കാര്യം പറഞ്ഞു. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ, സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ, അതുപോലെ കേരളത്തിന്റെ മാഞ്ചസ്റ്റർ ഒക്കെ. അത് കഴിഞ്ഞ് നമ്മൾ പോയത് ചണ വ്യവസായത്തിലേക്കാണ്. ഗോൾഡൻ ഫൈബർ എന്നൊക്കെ അറിയപ്പെടുന്ന ചണ വ്യവസായം. ഓക്കെ. ചൂടും ഈർപ്പവുമുള്ള സാഹചര്യമാണ് മെയിനായിട്ട് അതിന് വേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. ഉയർന്ന ടെമ്പറേച്ചർ വേണം. ഹലോ. കേരളത്തിന്റെ മാഞ്ചസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും വടക്കൻ കേരളം തെക്കൻ കേരളം എന്നല്ലാതെ കേരളത്തിന്റെ തെക്കൻ മാഞ്ചസ്റ്റർ കേരളം എന്നുണ്ടോ? അങ്ങനെയുള്ളൂ. വടക്കൻ കേരളവും തെക്കൻ കേരളവും. ഓക്കെ. കേരളത്തിലെ മാഞ്ചസ്റ്റർ എന്ന് അങ്ങനെ ചോദിക്കും തോന്നുന്നില്ല. കേരളത്തിലെ മാഞ്ചസ്റ്റർ ചോദിക്കാൻ സാധ്യതയില്ല. മാഞ്ചസ്റ്റർ ഓഫ് വടക്കൻ കേരളം എന്ന് ചോദിക്കുമ്പോഴാണ് വടക്കൻ കേരളത്തിന്റെ മാഞ്ചസ്റ്റർ ആണ് കണ്ണൂർ. പിന്നെ തെക്കൻ കേരളത്തിന്റെ വരുമ്പോഴേക്കും നമ്മളെ ബാലരാമപുരം വരും. ഓക്കെ. അതുപോലെ പിന്നെ നമ്മൾ പറഞ്ഞത് ഗോൾഡൻ ഫൈബറും ചണ വ്യവസായമായിട്ട് ബന്ധപ്പെട്ട ഗോൾഡൻ ഫൈബറും അതിന്റെ ടെമ്പറേച്ചർ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ആദ്യത്തെ മില്ല് എവിടെയാണെന്നൊക്കെ നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് തേയിലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് നമ്മൾ കാപ്പി വ്യവസായമായിട്ട് ബന്ധപ്പെട്ട് നോക്കി. അതുപോലെ പഞ്ചസാര വ്യവസായമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൽ കരിമ്പിന്റെ ഉൽപ്പാദനവും പഞ്ചസാര ഉപയോഗത്തിൽ നമ്മൾ 1-ാം സ്ഥാനത്താണെന്നും എന്നാൽ ഉൽപ്പാദനത്തിൽ 2-ാം സ്ഥാനത്താണെന്നുള്ള കാര്യമൊക്കെ ഓർത്തു നോക്കി. അതുപോലെ പട്ടുനൂൽ വ്യവസായം നോക്കി. അതുമായിട്ട് ബന്ധപ്പെട്ട 2-3 ടൈപ്പ് സിൽക്കൊക്കെ നമ്മൾ നോക്കി. ഒന്ന് മുഗ സിൽക്ക്, അതുപോലെ മറ്റേ സെറ സിൽക്ക്, അല്ലെങ്കിൽ അതൊക്കെ നോക്കിയായിരുന്നു. അതുപോലെ നമ്മുടെ അഹിംസ സിൽക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അതുപോലെ പേപ്പർ ഇൻഡസ്ട്രിയുടെ കാര്യം പറഞ്ഞു. പേപ്പർ ഇൻഡസ്ട്രിയിലെ 1-ാം സ്ഥാനത്ത് ചൈനയാണെന്ന് പറഞ്ഞു. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക മില്ലും അതുപോലെ ന്യൂസ് പ്രിന്റും പേപ്പർ മില്ല് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പോയത് റബ്ബറിലാണ്. റബ്ബറിൽ നമ്മുടെ റബ്ബർ ബോർഡിന്റെ ആസ്ഥാനമൊക്കെ പറഞ്ഞു. അതുപോലെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് അവസാനം ക്ഷീര വ്യവസായം കൂടെ പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. ഏകദേശം നമ്മുടെ കാർഷികമായിട്ട് ബന്ധപ്പെട്ട വ്യവസായ മേഖല കംപ്ലീറ്റ് ആയിട്ടുണ്ട്.